السلام عليكم ورحمة الله وبركاته. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدينا كل ظهيرتنا أدركنا يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا كلة حيلتنا أدركنا يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا كلة حيلتنا أدركنا يا رسول الله. روحي فداك يا رسول الله. روحي فداك يا رسول الله. روحي فداك يا رسول الله. ബഹുമാന്യരായ നിയാസലി തങ്ങൾ, മുഹമ്മദ് ബഷീർ സാഹിബ്, സി കെ അബൂബക്കർ ഉസ്താദ്, പ്രിയ സുഹൃത്ത് അലവി ദാരിമി, കുഞ്ഞാപ്പ് ഹാജി, മുസ്ലിയാർ ചെറിയാപ്പു, പുളിക്കൽ മുഹമ്മദ് ഹാജി, ഉമർ ദാരിമി, ജാബിർ സാഹിബ് തുടങ്ങി ഈ സദസ്സിനെയും വേദിയെയും ശ്രേഷ്ഠമാക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളെ, പ്രവർത്തകരെ, വളരെ അർത്ഥഗർഭമായ ഒരു ഉദ്ഘാടന പ്രസംഗമാണ് നാം ശ്രവിച്ചത്. മുസ്ലിം കേരളത്തിന്റെ ആത്മീയ തറവാട്ടിലെ പാലക്കാട് സയ്യിദുമാരിൽപ്പെട്ട പ്രിയപ്പെട്ട തങ്ങളവர்கள் ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു വെച്ചുപോയ ആ ഒരു ആത്മീയവും ഭൗതികവുമൊക്കെയായ പാശ്ചാത്തലം നിലവിൽ സത്യം ഉത്തരം ലഭിക്കുന്നുണ്ട്. പ്രകൃത്യാ തന്നെ ജന്മന തന്നെ സമ്പൂർണ്ണ ശുദ്ധരായിട്ടാണ് സയ്യിദുമാർ എന്നുള്ളതെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സയ്യിദുമാരിലെ ഏറ്റവും ശ്രേഷ്ഠരായ, ഒരുപാട് ശ്രേഷ്ഠരായ പണ്ഡിത സയ്യിദുമാരിൽ പ്രമുഖരാണ് പാണക്കാട് തറവാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരൊക്കെ. അവർ ഈ സമുദായത്തിന്റെ കാവലിന് വേണ്ടി, അവർ ഈ സമുദായത്തിന്റെ ഏറ്റവും ശക്തമായ മുന്നേറ്റത്തിനു വേണ്ടി, അവർ ഈ സമുദായത്തിന്റെ ശത്രുക്കൾ കടന്നുവന്ന് ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന സമയങ്ങളിൽ കാവലാളായി മാറുന്നതായി, ശത്രു ഏതാണെന്ന തിരിച്ചറിവോടെ സമൂഹത്തിന് വ്യക്തമായ ബോധവും ബോധനവും നൽകിക്കൊണ്ട് ശത്രുവിന്റെ പക്ഷം ഏതാണെന്ന് തിരിച്ചറിയാൻ സമൂഹത്തിന് വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് കാലാകാലങ്ങളിൽ കേരള മുസ്ലിങ്ങളെ സത്യത്തിന്റെയും ശാബ്ദുലമായ സുന്ദരമായ അഹ്ലുസുന്നയുടെ വഴിയിലൂടെയും നടത്തിയിട്ടുണ്ട്. കേരളത്തിലേക്ക് കടന്നുവന്ന മാലിക് ദിനാർമാരിലൂടെ, സ്വഹാബത്തിലൂടെ, താബീയങ്ങളിലൂടെ, മുൻഗാമികളായ ഔലിയാക്കളിലൂടെ, പണ്ഡിതന്മാരുടെ കേരളീയ ഇസ്ലാമിക പാരമ്പര്യം വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരുന്നപ്പോഴാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബിദ്അത്തിന്റെ രംഗപ്രവേശവും ഉണ്ടാകുന്നത്. ബിദ്അത്ത് ഏത് പ്രദേശത്തും നിഷേധത്തിന്റെ ആരംഭമാണ്. നിഷേധം പൂർണ്ണമാകുമ്പോൾ ബിദ്അഈ യഥാർത്ഥ ബിദ്അത്തിന്റെ പ്രവർത്തകനായി മാറി. അവൻ നിലവിലുള്ള നിയമങ്ങളെയും പാരമ്പര്യത്തെയും അവൻ കാണാത്ത സർവ്വതിനെയും അവന്റെ ബുദ്ധി കൊണ്ട് നിഷേധിക്കുന്നു. ഈ നിഷേധിയെ മതത്തിന് പുറത്തെത്തുമ്പോൾ നമ്മൾ യുക്തിവാദി എന്ന് വിളിക്കുന്നു. മതത്തിനുള്ളിൽ നിന്ന് നിഷേധിക്കുമ്പോൾ അവരെ മതയുക്തിവാദി എന്ന് നമ്മൾ വിളിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വിളിക്കുന്ന പുത്തൻവാദി എന്ന് വിളിക്കുന്നു. ഇത്തരമൊരു നിഷേധത്തിന്റെ ഏറ്റവും കാൽപ്പനികത നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ സമൂഹം കടന്നുപോയപ്പോഴാണ്
അങ്ങനെ സമൂഹത്തിന് തിരിച്ചറിയാൻ കഴിയാത്ത, അല്ലെങ്കിൽ സമൂഹത്തിനൊരു കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ കുറവുള്ളൊരു കാലഘട്ടത്തിൽ ആ സാമൂഹിക അന്തരീക്ഷത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസപരമായ ശക്തിയെയും അവരുടെ മഹല്ല് സംവിധാനങ്ങളെയും അവരുടെ വളർച്ചയും തടുക്കാൻ വേണ്ടി ഏതോ ചില കുബുദ്ധികളുടെയോ സമുദായ ശത്രുക്കളുടെയോ ശ്രമത്തിന്റെ ഫലമായി നാട് മുഴുവൻ നമ്മൾ വിശ്വസിക്കുന്ന പാരമ്പര്യത്തിന്റെ വഴിയെ അടച്ചുകളയാൻ ആഗ്രഹിച്ചവർ രംഗത്ത് വന്നു. അവർ പല പേരുകളിലും പ്രത്യക്ഷപ്പെട്ടു. ഞാനൊരു പേരും എടുത്തു പറയുന്നില്ല, കാരണം ഒരു പേര് പറഞ്ഞാൽ 1000 പേര് പറഞ്ഞു മാത്രമേ അത് നിർത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാറ്റിനെയും ഒരേ വാചകത്തിൽ സൂചിപ്പിക്കുന്നു. അവരെ നാം വിളിക്കുന്ന നവീകരണവാദികളെന്ന ആ പേരിട്ട് നമുക്ക് അവരെ വിളിക്കാം. അവർ കടന്നു വന്നത് വളരെ ശക്തമായാണ് കടന്നു വന്നത്. അവർ കടന്നു വന്ന കാലത്ത് ആ സമൂഹത്തിലെ സാധാരണക്കാർക്ക്, ആ സമൂഹത്തിന്റെ നേതൃത്വമായിരുന്ന മഹല്ലിന്റെ നേതൃത്വത്തിന് ഇല്ലാതിരുന്ന വിദ്യാഭ്യാസത്തെ, ഭൗതിക വിദ്യാഭ്യാസത്തെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇവർക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ കടന്നു വന്നത്. പാവപ്പെട്ട നിഷ്കളങ്കരായ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് കടന്നു വരുന്ന ആരെയും 2 കൈകളും കൂട്ടി സ്വീകരിച്ച പാരമ്പര്യമുള്ള കേരള മുസ്ലിങ്ങൾ, പൂർവ്വകാലത്തെ നമ്മുടെ പ്രപിതാക്കൾ, ഇവർ കടന്നു വന്നപ്പോഴും ആദ്യം അവർ തെറ്റിദ്ധരിച്ചു. ഇവർ സ്വലാഹിന്റെ ആളുകളാണ്, ഇസ്ലാമിന്റെ ആളുകളാണ്, ഞങ്ങൾ ഇസ്ലാഹ് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു വന്നപ്പോ അവരെ സ്വീകരിക്കാൻ തയ്യാറായി ചിലരൊക്കെ. അത് മുതലെടുത്തുകൊണ്ട് മഹല്ലുകളിൽ ശക്തമായി ഇവർ ചില പുതിയ വാദങ്ങൾ ശക്തമായി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ കേരളത്തിലെ പണ്ഡിതന്മാർ ഉണർന്നു. കേരള സമൂഹത്തിന്റെ നാടിമിടിപ്പറിയുന്ന പണ്ഡിതന്മാർ ഉണർന്നു. അവർ മുസ്ലിം മഹല്ലത്തുകളിൽ മുസ്ലിം മഹല്ലത്തുകൾ ഭിന്നതയുണ്ടാവരുത്, ഛിന്ന ഭിന്നമാക്കപ്പെടരുത് എന്ന് നിർബന്ധമുണ്ട്. അവർ പല സ്ഥലത്തും പല പണ്ഡിതന്മാരും പരസ്പരം ചർച്ചകൾ ചെയ്തു. അപ്പോഴാണ് കുത്തുബുസ്സമാൻ എന്നറിയപ്പെട്ട ആ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന മഹാനരായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കോഴിക്കോട്ടെയും മലപ്പുറത്തെയും കണ്ണൂരിലെയും വയനാട്ടിലെയും കേരളത്തിന്റെ സർവ്വഭാഗങ്ങളിലെയും അന്ന് മലയാളികൾ അധിവസിച്ചിരുന്ന, മലയാളം സംസാരിക്കുന്ന, മലബാർ എന്ന് വിളിക്കുന്നതും അല്ലാത്തതുമായ പ്രദേശത്തെ സർവഭാഗത്തുമുള്ള ഏറ്റവും ശ്രേഷ്ഠരായ അതിസൂക്ഷ്മാലുക്കളായ, അന്ന് ലഭ്യമായതിലെ അതിസൂക്ഷ്മാലുക്കൾ, ഒരിക്കലും വ്യക്തി ജീവിതത്തിൽ കളങ്കങ്ങൾ പറയപ്പെടാത്ത, ജീവിതത്തിലെ ഒരു നിമിഷത്തിൽ പോലും ഒരു കറാഹത്ത് ചെയ്തുവെന്ന് പുറത്തുള്ളവർക്ക് ബോധ്യമില്ലാത്ത, കറാഹത്തുകളെ കാണുമ്പോൾ തന്നെ പിന്നോട്ട് വലിഞ്ഞിരുന്നൊരു സമൂഹം, അല്ലെങ്കിൽ ഭൗതിക സുഖത്തിന്റെ സൗകര്യങ്ങൾ വന്ന് മുട്ടി വിളിക്കുമ്പോ ആ മുട്ടി വിളിക്കപ്പെടുന്ന വാതിലിന്റെ മുന്നിൽ നിന്ന് മാറി നിന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് ഈ വഴിയൊരിക്കലും സുഖമല്ലെന്ന് ബോധ്യപ്പെട്ട് സുഖത്തിന്റെയും സൗകര്യത്തിന്റെയും വഴിയിൽ നിന്ന് മാറി നിന്ന അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, കുത്തുബുസ്സമാനായ ആ കാലഘട്ടത്തിലെ ലോകം വിളിച്ചിരുന്ന കുത്തുബുസ്സമാൻ എന്ന് വിളിച്ചിരുന്നവർ, ഇന്ന് പലരും സമസ്തയെ വിമർശിക്കുന്നവരുണ്ട്, സമസ്തയുടെ പ്രവർത്തനങ്ങൾ വിമർശിക്കുന്നവരുണ്ട്, ഒരുപാട് വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ പോലും പലരും അവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചത് കാണുന്നു, കുത്തുബുസ്സമാനാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. അവർക്ക് പോലും അത് മാറ്റിയെഴുതാൻ അവർക്ക് പോലും കഴിയാതെ പോയത് ആ കാലഘട്ടത്തിലെ മുസ്ലിം നേതൃത്വത്തിന്റെ ആണിക്കല്ലായ, അടിത്തറയായ മഹാനവറുകളുടെ ജീവിത വിശുദ്ധിയും അവരുടെ ആത്മീയമായ ഉന്നതിയുടെ വിധാനവുമായിരുന്നു അത്. ആ മഹാനവറുകൾ അവർ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്ന് കാണുന്ന ഈ വലിയ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ സാമൂഹികമായ ഉന്നതിയുടെ എല്ലാമായ 90ലേക്ക് പ്രകാശവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശോഭിതമായ ഈ പ്രസ്ഥാനത്തെ ആ മഹാനവറുകളാണ് രൂപീകരിക്കാൻ ആദ്യമായി തീരുമാനമെടുക്കുകയും വിളിച്ചു ചേർക്കുകയും ചെയ്തത്. ആ മഹാനവറുകളാണ്. ആ വിളിയുടെ ഉത്തരം സമൂഹം എപ്പോഴും ഏറ്റെടുത്തിട്ടുണ്ട്. വിളിച്ചത് കുത്തുബുസ്സമാനാണ്. കുത്തുബുസ്സമാൻ വിളിച്ചാൽ വിശ്വാസികൾ വരുമെന്നുറപ്പാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നേതാവായ, ആ കാലഘട്ടത്തിലെ ഔലിയാക്കളുടെ നേതാവായ കേരള മുസ്ലിങ്ങൾക്ക് എക്കാലവും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരുപാട് ഓർമ്മകൾ തന്ന കുത്തുബുസ്സമാൻ വിളിച്ചിട്ടാണ്. അന്ന് വിളിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഈ പ്രശ്നത്ത് പോലും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇവിടെയും കുത്തുബുസ്സമാന്റെ പിന്തുണക്കാരുണ്ട്.
ഇവിടെ നിന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്ത് പോയത് ആ പാരമ്പര്യവുമായി ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു സയ്യിദ് പരമ്പരയിലെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് ഇവിടുന്ന് ഇപ്പോ പോയത്. അങ്ങനെ എക്കാലത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഴിയടയാളപ്പെടുത്തി തരുന്ന ഒരു വഴിയടയാളം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് സമസ്തയിലൂടെ മാത്രമേ കാണാൻ കഴിയൂ. ബിദ്അത്തിന്റെ ശക്തമായ മലവെള്ളപ്പാച്ചല് പോലെ കടന്നു വന്ന പ്രവർത്തനത്തെ അവരുടെ പ്രഭവസ്ഥാനത്തു തന്നെ തടഞ്ഞു നിർത്തി ആരംഭിച്ച കാലത്ത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനേക്കാൾ പിന്നോട്ടവരെ കൊണ്ടുപോകാനും നിലവിൽ അവർക്ക് പോലും അറിയാത്തത്രയും വിധത്തിലേക്ക് ഗ്രൂപ്പുകളായി അത് മാറാനും കാരണമാവുന്ന വിധത്തിലേക്ക് ആ പ്രസ്ഥാനത്തിന് മാറ്റി നിർത്താൻ സമസ്തയുടെ പ്രതിരോധ പ്രവർത്തനം കൊണ്ട് സാധിച്ചു. ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് വല്ലാതെ വിളിച്ചു പറഞ്ഞിട്ടല്ല സമസ്ത അതിനെ പ്രതിരോധിച്ചു. ഉള്ള സ്ഥലത്ത് പോയിട്ട് അവരുടെ മുഖാമുഖം നിന്നിട്ട് ആദർശബോധത്തോടെ സംസാരിച്ചു. എന്തിന് പിന്നോട്ട് പോകണം? എന്തിനു നാം പിന്നോട്ട് പോകണം? മുജാഹിദ് പ്രസ്ഥാനം ഒരു പ്രദേശത്ത് വന്ന് ആദർശം പറഞ്ഞു തുടങ്ങുമ്പോ അവർക്കെതിരെ ശക്തമായി തന്നെ പ്രതിരോധത്തിന്റെ കൊണ്ട തീർക്കാൻ അല്ലെങ്കിൽ ആദർശപരമായ പ്രത്യാക്രമണം വരെ നടത്താൻ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് കോഴിക്കോട് ജില്ലയിലെ അങ്ങേയറ്റത്ത് പേരാമ്പ്രയിൽ വെച്ച് മുജാഹിദിന്റെ പ്രവർത്തകർ അവിടെ പ്രദേശത്ത് മുസ്ലിം മഹല്ലിൽ സുന്നി മഹല്ലിൽ ശക്തമായ അവരുടെ പ്രബോധനം ആരംഭിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാവുന്ന പ്രവർത്തനം നടത്തിയപ്പോ കേരളത്തിൽ ഞങ്ങളാണ് മുജാഹിദിന്റെ പിന്നാലെ പോകുന്നവരെന്ന് പറഞ്ഞ് വീമ്പിളക്കിൽ നടക്കുന്ന പലരും ഉണ്ടായിട്ടും അവരുടെ മൂക്കിന് തൊട്ടു താഴെയായിരുന്നിട്ടും അവരിൽ പലർക്കും അപ്പോഴ് പോലീസ് സ്റ്റേഷനിലെയോ ജയിലിലെയോ കഥകളെക്കുറിച്ച് ഓർത്ത് പേടിച്ചു നടക്കുന്ന കാലമായതുകൊണ്ട് ഒരുപക്ഷെ മുജാഹിദിന്റെ വെല്ലുവിളിയെ ഏറ്റെടുക്കാൻ അവരുടെ പിന്നാലെ പോകാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഒരിക്കലും ഒരു പണ്ഡിതന് സമസ്തയുമായി ബന്ധപ്പെട്ട പണ്ഡിതന് ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ പോയി ബലൂണിന്റെ കളർ പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പണ്ഡിതന്മാർ ആ സമയത്ത് വേണ്ടതുപോലെ പ്രതിരോധിച്ചു. അവർക്കത് പ്രതിഷേധത്തിന്റെ ശബ്ദമുയർത്തി ഖണ്ഡന പ്രസംഗം നടത്തി. അവസാനം ആ ഖണ്ഡനം സംവാദത്തിലേക്കെത്തിയപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് തന്നെ തോന്നി ഈ സംവാദം നടന്നാൽ സമസ്ത അതിന്റെ അജയ്യത ബോധ്യപ്പെടുത്തും. സമസ്ത കാണുന്ന സ്ഥലത്തൊന്നും പോയി വെറുതെ വെല്ലുവിളിച്ച് സംവാദം നടത്താറില്ല. സമസ്ത വെല്ലുവിളിച്ചാൽ അതിന്റെ മറുപക്ഷത്ത് വന്നു നിന്ന് വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിലില്ല. ഉണ്ടെങ്കിൽ അവർ വന്ന് പരാജയപ്പെട്ടു പോയ ചരിത്രത്തിലെ സംഭവങ്ങളെ മാത്രമേ അടയാളപ്പെടുത്താൻ കഴിയൂന്ന് എന്റെ ജീവിതം കൊണ്ട് എനിക്ക് പറയാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനം വന്നു, വെല്ലുവിളിച്ചു, വെല്ലുവിളി ഏറ്റെടുത്തു, സംവാദത്തിന്റെ വ്യവസ്ഥ നടന്നു, സംവാദം നടന്നപ്പോഴതാ കാണുന്നു അവർ പ്രതീക്ഷിച്ചത് സമസ്തയുടെ വലിയ പണ്ഡിതന്മാർ പോകുന്ന സമസ്തയുടെ കീഴ്ഘടകമായ ഏറ്റവും ചെറിയ കീഴ്ഘടകമായ SKSSFന്റെയും കീഴ്ഘടകമായ ഇസ്തിഖാമയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന യുവ പണ്ഡിതന്മാർ മാത്രമാണ് അവിടെ പോയത്. മറുപക്ഷത്ത് മുജാഹിദിന്റെ കേരളത്തിലെ വർഷങ്ങൾ പാരമ്പര്യമുള്ള സംവാദ വേദികളിലെ നേതാക്കൾ വന്നിരുന്നു. അവർക്ക് ഒരാൾക്കും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല സമസ്തയുടെ യുവ പണ്ഡിതന്മാരുടെ മുന്നേറ്റത്തിന് വേണ്ടി. അവർ ചോദിച്ച ചോദ്യങ്ങൾ അവർക്ക് ചോദ്യം പോലും മുജാഹിദിന് ഇല്ലാതായി മാറി. മുജാഹിദിന് ചോദ്യം പോലും ഇല്ലാതായി മാറിയിട്ട് മുജാഹിദ് ചോദിക്കുകയാണ്, AP വിഭാഗത്തിന്റെ ആളുകളുടെ പേരെടുത്തിട്ട് ചോദിക്കുകയാണ്, മുജാഹിദ് ഇയാളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതൊക്കെ നമ്മൾ ഇവിടുന്ന് പറയുന്നില്ലേ, പിന്നെ സംവാദിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനൊരു സിയാറത്തും കാര്യക്കായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറെ വഴിയിലായിരുന്നു. ഒരു ചോദ്യം എന്നെ പറ്റി, എവിടെ രാമന്തരി? ആദർശപരമായി അവർക്ക് ചോദ്യം ചോദിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ചോദ്യം മുട്ടിക്കിടക്കുന്നു. ഉത്തരം മുട്ടല്ല, ചോദ്യം മുട്ടിയത്. ഇവിടെ പലരും പോയില്ലേ ഇവരോട് സംവാദം നടത്താൻ? മുഖാമുഖം നടത്തിയവരില്ലേ? മുജാഹിദുമായിട്ട് പോയിട്ട് മഞ്ചേശ്വരത്തൊരാൾ സംവാദം നടത്തി. അയാളെ പേര് ഞാൻ പറയുന്നില്ല, കാരണം ചാനലൊക്കെ തുറന്നാൽ ജയിലിലൊക്കെ പോകുന്ന കുറെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുന്ന ആളുകളെ പേര് കേൾക്കുമ്പോ ഈ പേരും അതിൽ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പേര് പറയില്ല. അയാളുടെ പേര് പറയാൻ നിങ്ങൾക്കറിയാം. അയാൾ സംവാദം നടത്തിയപ്പോ മുജാഹിദിന്റെ പണ്ഡിതനൊരു ചോദ്യം ചോദിച്ചു, സക്കരിയ സുലാഹി. അയാളുടെ ചോദ്യത്തെയും അയാളുടെ ആശയത്തെയും അയാളുടെ ആദർശത്തെയും നഖശികാന്തം നമ്മൾ നിൽക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ പറ്റുന്ന പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തിലുണ്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് അറിയുന്നു, അനുഭവിക്കുന്നു, വ്യക്തമായി പറയുന്നു.
ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോ വീണ്ടും സക്കരിയ സ്വലാഹി ഒരു ചോദ്യം കൊണ്ടിട്ടു. അപ്പോ ഒരു ഖുർആൻ പരിഭാഷയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ മറുപടി പറയാനായിരുന്നു. മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ബാക്കിൽ കൂടെ ഇരിക്കുന്ന അലവി സഖാഫി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു കടലാസിൽ തുണ്ടിൽ എഴുതി കൊടുത്തു, റിസാല വരും. റിസാല വരും എന്ന് പറഞ്ഞാൽ റിസാലയിൽ നിങ്ങൾ പറഞ്ഞതിന് എതിരുണ്ട്, അത് ഇവരെടുക്കും, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാണ്. എനിക്കിപ്പോ അലവിദാരിമ എഴുത്തിലാണ് റിസാല സുന്നി അഫ്കാർ വരുന്ന എഴുത്തെന്നാൽ എനിക്ക് മനസ്സിലാവും എന്താണ്. കാരണം കോമൺ സെൻസ് ഉണ്ടായാൽ മാത്രം മതി, അതിന് വളച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇത് എഴുതി കൊടുത്തപ്പോ മൂപ്പരിങ്ങനെ പറഞ്ഞു, അതേ നിങ്ങളെ റിസാല വായിക്കാത്ത കുറവാണ് മൗലവി, ഞങ്ങളെ റിസാല വായിച്ചാൽ നിങ്ങളെ പ്രശ്നം തീരും, ഞങ്ങളെ ഇന്ന് പന്ത്രണ്ട് വായിച്ചാൽ തീരും. അപ്പൊ മൗലവി മെല്ലെ എഴുന്നേറ്റു, നിങ്ങളെ റിസാല വായിച്ചതാണ് നിങ്ങളെ പ്രശ്നം, കണ്ടോളി മൗലവി എന്ന് എടുത്ത് കാണിച്ചു. എന്താ, ഈ റിസാലിന്റെ കവറിലൊരു പരസ്യമുണ്ട്, അത് ഈ ഖുർആൻ പരിഭാഷയുടെ പരസ്യം. എന്നിട്ട് അതിൽ പറയാണ് ഈ ഖുർആൻ പരിഭാഷ ഏറ്റവും നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. അപ്പൊ നിങ്ങൾ വെറുതെ തള്ളണ്ട, തള്ളിയാൽ ഇവരിതെടുത്ത് കൊണ്ടുവരുമെന്നാണ് എഴുതി കൊടുത്തത്. അതുപോലും ബോധ്യമില്ലാതെ സംവാദങ്ങളുടെ വേദിയിൽ നിന്ന് ഇറങ്ങലിച്ചു നിന്ന ആളുകളുടെ അനുഭവത്തിന്റെ പാരമ്പര്യത്തെ നമുക്ക് ഓർമ്മയുണ്ട്. അത് മുജാഹിദ് പോലും ഇപ്പൊ ക്ലിപ്പിട്ട് നടക്കുന്നുണ്ട്. മുജാഹിദ് ഇപ്പോഴും ക്ലിപ്പിട്ട് നടക്കണം, കാരണം അവർക്കൊരു സംവാദത്തിൽ കിട്ടിയ ഒരു മുതലായ സാധനം. അത് മുജാഹിദിന്റെ വളർച്ചയായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല, കാരണം അത്രത്തോളം അവരുള്ളൂ. അത് രണ്ടും ഒരുപോലെ തന്നെയാണ്, ഒന്ന് 0 ആണ്, ഒന്ന് മൈനസാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവരെ രണ്ടാളും വളർച്ചയായിട്ടൊന്നും കാണുന്നില്ല. ഇവര് തമ്മിൽ ഏറ്റുമുട്ടിയതിനെ ഞങ്ങൾ എവിടെ നിന്ന് നോക്കിക്കണ്ടാലും രണ്ട് കള്ളുകുടിയന്മാരെ പോലെ മാത്രമേ നമ്മളതിനെ കാണുന്നുള്ളൂ. പണ്ടൊരു കള്ളുകുടിയൻ വന്നത്രേ, അയാൾ ഇങ്ങനെ വരുന്ന സമയത്ത് കടലയും തിന്നിട്ടാ വരുന്ന കള്ളുകുടിയൻ. അയാൾ ഇങ്ങനെ വായിലേക്ക് കടലിടുക. അപ്പൊ കള്ളുകുടിയൻ വായിലേക്ക് കടലിട്ട എങ്ങനെ ഉണ്ടാവും, നേരെ പോത്. നമ്മള് ഗവൺമെന്റ് പോയിട്ട് ഇപ്പൊ കോടതി അടക്കം എന്തിനാ ബാറ് കൂട്ടിക്കുന്നത്, നേരെ നിൽക്കാൻ കഴിയാത്തോണ്ടാ മനുഷ്യന്മാർക്ക്. അപ്പൊ ഇയാളിങ്ങനെ വായിലേക്ക് കടലിട്ടു, അതിങ്ങനെ പുറത്തേക്ക് പോവാ. അപ്പൊ അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ കള്ളുകൂടിയും കടന്നു വരിക. അയാൾ അത് കണ്ടിട്ട് ഇത് മുജാഹിദിന്റെ പ്രസംഗം പോലെ കരുതിക്കോളൂ, അയാൾ ഗണ്ണന പ്രസംഗത്തിന് വരിക. ഇത് കണ്ടപ്പോ അയാൾ വന്നിട്ട് കൈയടിച്ചു, അതും കള്ളുടിയാണ്. കൈയടിച്ചപ്പോ ഇങ്ങനെ അടിക്കുന്നു. അതുപോലെയായിരുന്നു പരസ്പരം ഏറ്റുമുട്ടാതെ കള്ളുകൂടിയൻ അടിച്ച് അങ്ങനെയാണ് ഉണ്ടാവുക. അതുപോലെയാണ് ഇവർ തമ്മിലുള്ള സംവാദങ്ങൾ. പക്ഷേ പേരാമ്പ്രയുടെ മണ്ണിൽ നിന്ന് സുന്നത്തെ മതത്തിന്റെ യുവ പണ്ഡിതന്മാർ അവരേറ്റുമുട്ടിയപ്പോ എന്തൊരു സൗന്ദര്യമായിരുന്നു ആദർശത്തിന്. ഞാൻ യാത്രക്കിടെയോ ഞാൻ അപ്പൊ തന്നെ ഓൺലൈനായി അത് കേട്ടു. ഇപ്പൊ ഒരു സുഖമുണ്ട്, ഏത് പരിപാടിക്ക് പോയിട്ടില്ലെങ്കിൽ നൂറുദ്ദീൻ തങ്ങൾ പോയാൽ മതി, നമുക്കത് കേൾക്കാം. തങ്ങളുടെ മുന്നിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയാണ്, വലിയ പരിപാടിക്ക് തങ്ങളെ നിങ്ങൾ പോകണം. തങ്ങൾ എല്ലാ സ്ഥലത്തെത്തും. അള്ളാഹു അദ്ദേഹത്തിന് ഇതിന്റെ സവാബ് വലിയൊരു പ്രതിഫലമായി സ്വർഗത്തിൽ ഉപകരിക്കുന്നതായി വലിയൊരു ഭവനമായി അവിടെ നൽകുമാറാവട്ടെ. തങ്ങളവിടെ പോയതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ അല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തങ്ങളൊരു സംവാദത്തിന് പോയി. തങ്ങൾ സംവാദത്തിന് നമുക്ക് മുതലാവും. പണ്ട് അപ്പുറത്തുള്ളപ്പോ അങ്ങനെ തന്നെ തങ്ങൾ പോയ പരിപാടിയാണ് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇതിന് മറുപടി പറയാനേ. അപ്പോ തങ്ങൾ ഇതേപോലെ ഈ സംവാദത്തിൽ നിന്നുള്ള മുഴുവൻ ദൃശ്യങ്ങളും കാണാനും കേൾക്കാനും പറ്റുന്ന അവസ്ഥ കേരളത്തിനും ലോകത്തിലുള്ളവർക്ക് മുഴുവനുണ്ടായി. എന്താ കാരണം? KICR എന്ന നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം, അത് അതിനിടയിൽ ഞാൻ പറയാൻ, നമ്മളെല്ലാവരും മൊബൈൽ കൊണ്ട് നടക്കുന്നവരാണ്. മൊബൈൽ കൊണ്ടാണെന്ന് നമ്മൾ പല ആപ്ലിക്കേഷനുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. KICR എന്നടിച്ചാൽ KICR റേഡിയോ എന്ന് വരും. അതിൽ നമുക്ക് കാണാം SKSSFന്റെ റേഡിയോ. ആ റേഡിയോ 24 മണിക്കൂറും സജീവമായിരിക്കും. അതിൽ സംവാദം, ഗണ്ണനം, ക്ലാസുകൾ, ഖുർആൻ ക്ലാസുകൾ, തജ്വീദ് ക്ലാസുകൾ, എല്ലാം സ്വലാത്ത്, ദിക്ർ, ദുആകൾ എല്ലാം ഉണ്ടാവും. പിരിവ് മാത്രം ഉണ്ടാവില്ല, പേടിക്കണ്ട. പലരും നടത്തുന്ന പിരിവ് അതിലുണ്ടാവില്ല. മറ്റു പലർക്കുള്ള റേഡിയോ ഉണ്ട്, അതിലും പിരിവുണ്ടാവും. ആ പിരിവുണ്ടാവില്ല. വളരെ സുന്ദരമായി നിങ്ങൾക്ക് അതിൽ കേൾക്കാം. അത് നമ്മളെ മൊബൈൽ KICR ഡൗൺലോഡ് ചെയ്താൽ മതി. അത് ഡൗൺലോഡ് ചെയ്താൽ അതുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന കുറെ സോഫ്റ്റ്വെയറുകൾ നമുക്ക് കാണാം. നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി അഹ്ലുസുന്നയുമായി ബന്ധപ്പെട്ട് ഇറക്കിയ സോഫ്റ്റ്വെയർ കാണാം. അതുപോലെ പലതും അതിൽ കാണാം, ദിക്റുകൾ കാണാം. അപ്പൊ അതൊക്കെ നമ്മുടെ മൊബൈലുകളിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും വലിയ ദാവത്താണത്. ആ ദാവത്ത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രമല്ല, ഇന്ന് ഈ പ്രസംഗം നടക്കുമ്പോ ലോകത്തിന്റെ അറ്റദിക്കുകളിൽ നിന്ന് ഇത് കേൾക്കാൻ മൊബൈലുള്ള ആളുകൾക്ക്, ആൻഡ്രോയിഡ് മൊബൈലുള്ളവർക്ക്, ആപ്പിൾ ഉള്ളവർക്ക്, എല്ലാവർക്കും, വിൻഡോസ് ഉള്ളവർക്കൊക്കെ കേൾക്കാനും കാണാനും കഴിയുന്നത് ഈ സംവിധാനത്തിന്റെ പ്രത്യേകതയാണ്.
അത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പകർന്നു കൊടുക്കണം, വീട്ടിൽ പകർന്നു കൊടുക്കണം. വീട്ടിലെ TV വെച്ച്, ആന്റിന വെച്ച്, സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത്, മാസത്തിൽ വാടക അടച്ച് സിനിമ കാണാൻ പ്രേരണ നൽകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ സമസ്തയാകുന്ന ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തനത് രൂപത്തെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ക്ലാസ് റൂം TV-യേക്കാൾ ഫലം തരുന്നതാണ്. നമുക്ക് മറ്റ് സൗകര്യങ്ങൾക്കാൾ ഫലം തരുന്ന ഈ ഓൺലൈൻ ക്ലാസ് റൂമിലെ ഈ നിമിഷങ്ങളെ നമ്മുടെ കുടുംബത്തിൽ എത്തിച്ചു കൊടുക്കണം. അതിനെന്താ വഴി? 10,000 20,000 ചെലവഴിച്ച് LED TV-കൾ വീട്ടിൽ കൊണ്ടുവെക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ, 5,000 2,000 4,000 10,000 കൊടുത്താൽ ഇന്ന് മൊബൈലുകൾ 500 മൊബൈലുകൾ ലഭ്യമാണ്. ആ മൊബൈൽ വാങ്ങുക, നെറ്റ് ആക്ടിവേറ്റ് ചെയ്യുക, ഈ റേഡിയോ നിങ്ങൾ നേരെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, വീട്ടിൽ 24 മണിക്കൂറും അത് തുറന്നു വെക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിന് സമസ്തയെ തിരിച്ചറിയാൻ കഴിയട്ടെ, മതത്തെ തിരിച്ചറിയാൻ കഴിയട്ടെ, ദീനിനെ തിരിച്ചറിയാൻ കഴിയട്ടെ. നിങ്ങളുടെ കുടുംബത്തിന് സമസ്തയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ സത്യത്തിന്റെ പാന്താവിൽ ഉറച്ചു നിൽക്കാൻ ഇത് കഴിയും, ഇതുകൊണ്ട് കഴിയും. കാലത്തിന്റെ പുരോഗതിയെ നമുക്ക് നമ്മുടെ സത്യത്തിന്റെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇതിലൂടെ സാധിക്കുമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർക്കുകയാണ്. ഈ ഒരു സംവിധാനത്തിന്റെ ഫലം തന്നെ ഞാൻ പറയുന്നത്. ഈ സംവാദം മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞു. വളരെ മനോഹരമായി, വളരെ ക്ലിയറായി, സംവാദത്തിന്റെ വേദിയിൽ ഇരുന്നാൽ പോലും ചിലപ്പോൾ കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ മനോഹരമായി അത് അനുഭവിക്കാൻ കഴിഞ്ഞു. ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അതുകൂടി ഈ സംവാദവുമായി ബന്ധപ്പെട്ടതാണ്, ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ്, ഇതിന്റെ തൊട്ടു മുമ്പ് കേരളത്തിൽ നടന്ന മറ്റൊരു സംവാദം ഉണ്ടായിരുന്നു, കേരളവുമായി ബന്ധപ്പെട്ട് മംഗലാപുരത്ത് നടന്ന സംവാദം. അതും ഇതേ ഇസ്തിഖമയാണ് മുജാഹിദുമായി നടത്തിയത്. ആ സംവാദം കഴിഞ്ഞപ്പോ നൂറുദ്ദീൻ തങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, അന്ന് ഞാൻ കാന്തപുരം വിഭാഗത്തിന്റെ പ്രധാന പ്രവർത്തകരിൽ ഒരാളാണ്. ഇത് പ്രധാനപ്പെട്ടാണോ അല്ലേലും ബാക്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞത് നമുക്ക് പൂർത്തിയാക്കാം. അന്ന് ആ വിഭാഗത്തിന്റെ പ്രധാന പ്രവർത്തകനെ നിൽക്കുമ്പോ ഞാൻ അതിന്റെ കുറച്ചു മുമ്പ് മൂവാറ്റുപുഴയിൽ മുജാഹിദുകളുമായി ഒരു സംവാദം കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. ആ സംവാദം കഴിഞ്ഞു വന്നതിന് ശേഷമാണ് ഇത് നടക്കുന്നത്. മുഴുവനായി ഞാൻ ഈ പറഞ്ഞതുപോലെ ഓൺലൈനിലൂടെ ഞാൻ എന്റെ ലാപ്ടോപ്പിൽ ഇരുന്ന് ഞാനത് കേട്ടു. അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം SKSSF-ന്റെ പ്രവർത്തകർ ആശംസ നേരുന്നതിന് മുമ്പ് ആദ്യമായി ആശംസ പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം മറുപക്ഷത്തായിട്ടും ഈ ആദർശബോധം ഇത്രയേറെ ഉയർന്നു നിൽക്കുന്ന ജാജ്വലമായ ആദർശബോധത്തിന്റെ ഉന്നതമായ ഏറ്റവും നല്ലൊരു വിധാനത്തിൽ ഇരുന്ന് സമസ്തയുടെ പ്രവർത്തകർ ആദർശത്തെ മുജാഹിദിന്റെ മുന്നിൽ, വിദാത്തുകാരുടെ മുന്നിൽ തുറന്നു പറയുന്ന ഈ വേദി കണ്ടപ്പോ സന്തോഷിച്ചുപോയി. എന്നിട്ട് ഞാൻ മൈക്കെടുത്തു ഈ ക്ലാസ് റൂമിൽ. ആ ക്ലാസ് റൂം നയിക്കുന്ന ഒരാളുണ്ട്, നൂർ ഫൈസി ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമ്മളെ കോയക്കുട്ടി ഉസ്താദിന്റെ മകനാണ്. നൂർ ഫൈസി ഉസ്താദ് മൈക്കെടുത്ത് ആശംസ നേർന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മൈക്കെടുത്തു, ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. എന്നിട്ട് പറഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സംവാദത്തിന്റെ പവിത്രതയും പുണ്യവും ശ്രേഷ്ഠതയും ഇത് നടത്തിയ ആളുകളുടെ അവരുടെ അവതരണത്തിലും മഹിമയും അതിന്റെ മേന്മയുമെല്ലാം വിശദീകരിച്ചുകൊണ്ട് ആശംസ നേരാൻ എനിക്ക് ഈ സംവിധാനം ഉണ്ടായിരുന്നത് കൊണ്ട് കഴിഞ്ഞു. അന്ന് പോലും ഞാനതാ പറഞ്ഞുകൊണ്ടുവരുന്നത്, അവിടെ നിന്ന് തുടങ്ങിയ ഈ പുതിയ യുവത്വത്തിന്റെ മുന്നേറ്റം ഇതൊരു ആദർശപരമായ മുന്നേറ്റമാണ്. ഈ മുന്നേറ്റത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ മറ്റു പലർക്കും കഴിയില്ല. ഇതിന്റെ പേര് പറയുമ്പോൾ ഞങ്ങൾ തയ്യാറാണ്, വാദപ്രതിവാദത്തിന് തയ്യാറാണ്. അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ച് പിന്നാലെ നടക്കുന്ന, വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ആളുകൾ അവരിപ്പോ വാദപ്രതിവാദമില്ല, വ്യവസ്ഥയില്ല, എല്ലാം നിർത്തി. മുജാഹിദിനെ കണ്ടാൽ തന്നെ ഇവർക്ക് പേടിയായിപ്പോ. പണ്ട് മുജാഹിദിനോട് ചോദിക്കും, വല്ലാതെ വെല്ലുവിളിക്കുമായിരുന്നു. വേങ്ങരയും പരിസരത്തുള്ള നിങ്ങൾക്കറിയില്ലേ എത്ര വെല്ലുവിളി നടത്തിയിരുന്നു? ഇപ്പൊ അത് കേൾക്കുന്നുണ്ടോ? അത് കാണുന്നുണ്ടോ? അത് എല്ലാം ഇല്ലാതായപ്പോ ഈ അടുത്ത് ചില സ്ഥലങ്ങളിൽ ഇവര് തന്നെ ഏൽപ്പിച്ച ചില ആളുകൾ വന്നിട്ട് മുന്നേറ്റോ പിന്നേറ്റോ ഒക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത്. ഒരാൾ ചുവന്ന നോട്ടീസ് ഓടിച്ച് ഒരു മുന്നേറ്റ യാത്ര നടത്തുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ. അയാൾ പിന്നോട്ട് പോയതാണ്, ഞങ്ങൾ കണ്ടതാണ്. ഞാനും അയാൾ കൈയും പിടിച്ച് മുന്നോട്ട് വന്നതാ, പിന്നെ അയാൾ പിന്നോട്ടേക്ക് പോയതാ കണ്ടത്. എന്നിട്ട് അയാൾ പറയണത്ര ഇപ്പോ AP ഉസ്താദ് മഹാനാണ്, പൊന്മണിയും പേരുടെ ശരിയില്ല. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ബുഷ് ശരിയുണ്ട്, ഒബാമ ശരിയില്ല എന്ന് പറഞ്ഞ പോലെ. അതിനപ്പുറത്ത് വേറെന്താ ഉള്ളത്? അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരാളുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ കൂട്ടിയിട്ട് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് അടർന്നു പോകുന്ന ആളുകളെ വീണ്ടും അദ്ദേഹത്തിന്റെ പിന്നിലേക്ക് ബുദ്ധിപൂർവ്വം കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നവർ. അവരോടൊന്നേ പറയാനുള്ളൂ, കേരളത്തിലെ ജനങ്ങൾ, നിങ്ങളുടെ പല നേതാക്കളും പറഞ്ഞതുപോലെ കഴുതുകളല്ല എന്ന ബോധം മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി.
പിന്നെ നിങ്ങളെ കേൾക്കാൻ എന്തിനാ ആള് വരുന്നല്ലേ? നിങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി പറഞ്ഞ ആൾ നിങ്ങൾ മാത്രമേ. അതുകൊണ്ട് നിങ്ങളെ കേൾക്കാൻ വന്നത്. ഇനി നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? ഇനി പറയുന്നത് കേട്ടിട്ട് നാറാണത്ത് ഭ്രാന്തൻ അവാർഡ് തരാൻ പറ്റുമോ എന്ന് നോക്കാനാണ്. അതിന് മാത്രമേ നിങ്ങൾ വന്നതല്ലാതെ നിങ്ങളെ പ്രസംഗത്തിന്റെ മഹിമ കൊണ്ടുവന്നതല്ല എന്ന് സാന്ദർഭികമായി അത്തരക്കാരെ ഞാൻ ഉണർത്തുകയാണ്. അങ്ങനെ ആ ഒരു സംവാദത്തിന് ശേഷം നടന്ന ഒരുപാട് വെല്ലുവിളികൾ പല സ്ഥലത്തും നടന്നു. ഇവിടെ നടന്നു, പല സ്ഥലത്തും നടന്നു. ഈ വെല്ലുവിളികൾ ഒന്നിനും ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം മുജാഹിദുകള് വെല്ലുവിളിച്ചു മുന്നിൽ വന്നാൽ സംവാദം നടക്കുകയാണെങ്കിൽ തന്നെ മുജാഹിദ് തലയിൽ കൈവച്ച ഇവർക്ക് പേടിയാ. മുടി പറയാനാണോ? അതുകൊണ്ട് തന്നെ ഇപ്പൊ മുജാഹിദിന് മറുപടി പറയാറില്ല. തീരുമാനം അങ്ങനെയാണ്. ഇപ്പൊ 60ാം വാർഷിക സമ്മേളനം. 60ാം വാർഷിക സമ്മേളനത്തിന്റെ ഒരു കൈപ്പുസ്തകമുണ്ട്, പ്രചരണ കൈപ്പുസ്തകം. ഈ പ്രചരണ കൈപ്പുസ്തകത്തിൽ അതിൽ പറഞ്ഞത് LCD ഉപയോഗിക്കരുത് എന്നാണ്. ആദർശ പ്രസംഗം നടത്തണം. അതിൽ പറയണം ആദർശ പ്രസംഗം നടത്തണം. അലവിദാരിയും വായിച്ചിട്ടാവും ഞാൻ കരുതുന്നു. അവരുടെ കൈപ്പുസ്തകത്തിൽ പറയുന്നു ആദർശ പ്രസംഗം നടത്തണം സമ്മേളനത്തോടനുബന്ധിച്ച് ആവശ്യമെന്ന് തോന്നുന്ന സ്ഥലത്ത്. പണ്ട് ആവശ്യമില്ലാത്തടത്തും വേണം, ആവശ്യമുള്ളിടത്തും വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞവരാണ്. പക്ഷേ LCD ഉപയോഗിക്കാൻ പാടില്ല, രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തെ നിബന്ധന, പുതിയ പ്രഭാഷകരെ തന്നെ ക്ഷണിക്കണം. പഴയ ആളുകളെ ക്ഷണിച്ചാൽ നമ്മളെ വഹാബ് സഖഫിനെ പോലുള്ള ആളുകൾ വന്നിട്ട് എന്തെങ്കിലും പറയും. എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ഭാഗത്ത് മുജാഹിദിനെയാണെങ്കിൽ അവർ മറുപടി പറയും. പിന്നെ സുന്നിയെ തന്നെയാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ എന്തായാലും പറയുമല്ലോ. അപ്പൊ അത് ഭയപ്പെട്ടിട്ട് പറഞ്ഞാണ് പുതിയ പ്രഭാഷകർ മതി, പഴയ ആരെയും കൂട്ടരുത്. അഥവാ LCD എടുത്തവർ LCD ആൽ തന്നെ തീർന്നു കഥ. നമ്മളോ LCD എടുത്തിട്ടുണ്ട്, അത് എടുത്തതേത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് നമ്മളത് വെക്കുള്ളൂ. ഇവിടെ താങ്കൾ കാണാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് നിർത്തും. ദാരിമിക്ക് നിർബന്ധമുണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ചോദിക്കും. എന്നാലും അദ്ദേഹം കൊണ്ടുവന്ന ക്ലിപ്പൊക്കെ നിങ്ങളെ പൂർണ്ണമായി കേൾപ്പിക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഞാനും ദാരിമി 4-ാം തീയതി വീണ്ടും നിങ്ങളെ തൊട്ടടുത്ത് മമ്പീതിയിലുണ്ട്. അത് കുറച്ച് ഭീതിയുള്ള കുറച്ച് പറയാനുണ്ട് അവിടുന്ന്. പക്ഷേ ഞങ്ങൾ രണ്ടാളും അവിടുന്ന് ഇതല്ലാത്ത വേറെ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് അങ്ങോട്ടും വരണം. അതുകൊണ്ട് ഞാൻ അവിടുന്ന് കൂടുതൽ പറയാം എന്നതുകൊണ്ട് അവിടുന്ന് ദാരിമി കുറച്ച് കൂടുതൽ പറയും, ഞാൻ കുറച്ച് കൂടുതൽ പറയും. ഇവിടുന്ന് ഇപ്പൊ ദാരിമി കൂടുതൽ പറയും, ഞാൻ കുറച്ച് പറയും. അങ്ങനെ ഇൻഷാ അല്ലാഹ് അത് അങ്ങോട്ട് മാറ്റിവെച്ചു. അങ്ങനെ സംവാദങ്ങളെയും മുഖാമുഖങ്ങളെയും ഭയപ്പെട്ടുകൊണ്ട് ഇപ്പോൾ LCD എടുത്തു വെക്കാൻ ഇവരാണിപ്പോ വന്നിട്ട് മഹല്ലുകളിൽ പറയുന്നത് സമസ്തയുടെ ആളുകൾ സുന്നത്ത് ജമാഅത്തില്ലാത്തവരാണ്, ബിദ്അത്തുകാരോട് നമ്മൾക്ക് ബന്ധാണെന്ന് ഇവർ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ചോദിക്കട്ടെ, SSFന്റെ പ്രവർത്തകർ പൂർണ്ണമായി ഇവിടെ ഇല്ല എന്ന് എനിക്കറിയാം. കുറച്ചാളുകളേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് സിയാറത്തിലോ എന്തിലോ ആണ്, എവിടെയോ പോയിട്ടുണ്ട്. അതൊരു പൊതു വസ്തുതയാണ്, അതൊരു പൊതുശൈലിയാണ്. നിങ്ങൾ സിയാറത്തിന്റെ പേരിൽ പോയാൽ ചിലപ്പോൾ നിങ്ങൾ സിയാറത്തിന് പോയ സ്ഥലത്ത് ചിലപ്പോൾ CD ഉണ്ടാവും. അവിടുന്ന് നിങ്ങൾ എന്നെ എങ്ങനെയാണല്ലോ പറയാ, അവിടുന്ന് നമ്മൾ മൂസക്കോയോ മറ്റോ വിറ്റ CD അവിടെ ഉണ്ടാവും, കടയിലിട്ടിട്ട് അതിൽ ചിലപ്പോൾ എന്റെ പ്രസംഗമായിരിക്കും കേൾക്കുക. നിങ്ങൾക്ക് അവിടെയും സമാധാനം കിട്ടൂല. നിങ്ങൾ എവിടെ പോയാലും സമാധാനം കിട്ടൂല. ചിലരെ വിളിച്ചു കൊണ്ടുപോവാണ് പരിപാടി. നമ്മളൊരു ദിവസം ഒരു പരിപാടി വെച്ചാൽ അന്ന് ഇവരിങ്ങനെ കൊണ്ടുപോകുമ്പോൾ പ്രൊജുഡീഷ്യൻ മൈൻഡുള്ള ലോകത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനം ഇവർ മാത്രമാണ്. സ്വന്തം അനുയായികൾ മറ്റുള്ള പ്രസ്ഥാനക്കാരിൽ നിന്ന് എന്തെങ്കിലും കേട്ടുപോയാൽ ഉടനെ ആശയഭ്രംശം സംഭവിച്ചു പോകുമെന്ന് ഭയപ്പെടുന്ന ഒരേ ഒരു പ്രസ്ഥാനമുള്ളൂ. അത് കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന എന്റെ പ്രിയപ്പെട്ട പഴയ കൂട്ടുകാരുടെ SSFും മാത്ര, നിങ്ങളെ സംഘടന മാത്ര. കാരണം നിങ്ങൾക്ക് പേടിയാ, അലവിദാരിമിയുടെ ക്ലിപ്പിംഗ് കേട്ടാൽ ഞങ്ങൾ ആളുകൾ വഴിമാറാൻ സാധ്യതയുണ്ട്. കാരണം എന്താ, അലവിദാരിമി ചിലപ്പോൾ ക്ലിപ്പിട് വന്നിട്ട് കാണിക്കും, ഇതാ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് കേൾക്കൂ. അദ്ദേഹം പറയാണ് ബോംബെയിലെ അല്ലെങ്കിൽ അബുദാബിയിലെ ഹസ്രജി അദ്ദേഹത്തിന് ഈ മുടികളൊക്കെ കിട്ടിയത് അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയിലൂടെയാ. അത് പറഞ്ഞ അതേ AP അബൂബക്കർ ഉസ്താദ് തൊട്ടടുത്ത് പിന്നെ പറയുന്നത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് പറയുന്നത്, ഞാൻ ബഹുമാനം കുറച്ചൊന്നും ആരും പറയണ്ട, ഞാൻ മാക്സിമം ബഹുമാനം കൊടുത്തിട്ടാ പറയുന്നത്. റളിയല്ലാഹു ചെല്ലാൻ പറ്റൂല കൂട്ടുകാരെ, അതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. ഏതായാലും ബഹുമാനിച്ചിട്ട് ഞാൻ പറയാണ്, ബഹുമാനപ്പെട്ട AP ഉസ്താദ് പിന്നെ പറയാണ്, ചാനലിൽ നൽകുന്ന അഭിമുഖത്ത് പറയാണ്, അത് ഹസ്രജിക്ക് കിട്ടിയത് കുടുംബ പരമ്പരയിലൂടെ അല്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബുദ്ധി മരവിച്ചിട്ടില്ലെങ്കിൽ ഉസ്താദ് നല്ല ആള് തന്നെയാണ്, പക്ഷെ ഉസ്താദ് പറഞ്ഞ് തെറ്റല്ലേ? ഞാൻ പറയാണ്, ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഞാനിപ്പോ പ്രസംഗിക്കുന്നത് അമേരിക്കയിലാണ്.
എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ പറയാം, ഞാനിപ്പോ വേങ്ങരയിലാണ്. ഇത് രണ്ടും പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കുന്ന പേര് അദ്ദേഹത്തെ വിളിക്കണമെന്ന് ഞാൻ പറയില്ല. അദ്ദേഹം ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ്, നിങ്ങൾ ബഹുമാനിക്കുന്ന ആളാണ്, പറയണ്ട. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാചകത്തെ നിങ്ങൾക്ക് തള്ളിക്കളഞ്ഞൂടെ? ഇതെന്റെ പ്രിയപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞതാ. ഇനി വേണോ പേരോട് ഉസ്താദ് നമുക്ക് പറയാം. അദ്ദേഹത്തെ പറയുമ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, മൗലൂദ് ചെല്ലുന്നത് അത് നല്ല കാര്യമാണ്, പക്ഷേ മൂല്യമാരും മൗലൂദ് ചെല്ലൂല. പിന്നെ എങ്ങനെയാ മൗലൂദിന് ഈ മൗലൂദ് മറ്റു ജനങ്ങൾ ചെല്ലുക എന്ന് ചോദിച്ച് ചൂടാവുന്ന പേരോട് ഉസ്താദിന്റെ പ്രസംഗം നമുക്ക് കേൾക്കാൻ കഴിയും. ക്ലിപ്പിങ്ങൾ ഉണ്ടായുള്ള പ്രശ്നമാണിത്. ഇത് കേൾക്കാം. അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തെത്തിയിട്ട് മൂപ്പര് ചോദിക്കാണ്, മൂപ്പര് ചോദിക്കാ, മൗലൂദ് മൂല്യമാര് ചെല്ലാറില്ല എന്ന് ആരാ പറഞ്ഞത്? ഇത്രണ്ടാക്കുന്നവരല്ല അങ്ങനെ പറയുള്ളൂ. അപ്പൊ മൂപ്പർക്ക് മറുപടി വരാം. ഇത് കേൾക്കുമ്പോ നമുക്ക് എന്ത് തോന്നും? നമ്മുടെ മമ്പീതിയിലെ ഉസ്താദൊക്കെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ നിഴലൊരിക്കലുമില്ല, ടോർച്ച് ഞെക്കി നോക്കിയാ മതി മനസ്സിലാവും. ഞെക്കിയാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് വിശ്വാസികൾ. നമുക്കറിയാം ഹബീബിന്റെ തിരുമുടിക്ക് ഷഅർ മുബാറകിന് നിഴലുണ്ടാവില്ല. അങ്ങനെ മൂപ്പര് പറയും. അപ്പൊ പേരോടി പറഞ്ഞ് പറയും, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ സമയത്തും നിഴലില്ല എന്നല്ല, ചിലപ്പം നിഴലുണ്ടായിട്ടുണ്ട്. അപ്പൊ പോലീസുകാർക്ക് തോന്നി മൂപ്പരെ ചിലപ്പോ ഒന്ന് അറസ്റ്റ് ചെയ്താൽ എന്താ. അപ്പൊ അങ്ങനെ കേരളത്തിൽ അദ്ദേഹം സ്ഥിരമായിട്ടുണ്ടാവില്ല, ചിലപ്പോ മുങ്ങും. അവസാനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടെന്ന ലോകത്ത് ആദ്യത്തെ ഒരു സുന്നി പേര് പറയുന്ന പണ്ഡിതന്റെ വാദമായി പേരുടെ വാദം മാറി. അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കളിച്ചതിന് ആ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഞാൻ നിങ്ങളുടെ ഭാഷയിൽ പറയും, ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ റബീഉൽ അവ്വലിന്റെ പുലരിയിൽ തന്നെ നാദാപുരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇല്ലേ ഉസ്താദേ? പിന്നൊരു ഉസ്താദുണ്ട്. ഇദ്ദേഹം ആരാ? നമുക്ക് സുന്നിയില്ല, പ്രിയപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ സംഘടനക്ക്, ഷംസുൽ ഉലമയുടെ സംഘടനക്ക്, അതുപോലെ കോയക്കുട്ടി ഉസ്താദിന്റെ സംഘടനക്ക്, സൈനുൽ ഉലമയുടെ സംഘടനക്ക്, പാണക്കാടിന്റെ അസമുല്ല പ്രിയപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ സംഘടനക്ക്, മഹാന്മാരായ ലക്ഷക്കണക്കായ സ്വാലിഹീങ്ങൾ നേതൃത്വം നൽകുന്ന, അവർ അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന, അവരുടെ സുഹബത്തിലായി കഴിയുന്ന ഒരു വലിയ തലമുറയുടെ മുന്നേറ്റത്തിന് അവർക്ക് സുന്നിയില്ല, ആവശ്യമില്ലെന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ് എന്റെ പഴയകാലത്തെ കൂട്ടുകാരുടെ പ്രസ്ഥാനം, എപി വിഭാഗത്തിന്റെ പ്രസ്ഥാനം. അതിന്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആരാ? പ്രിയപ്പെട്ട ഈ യുവജന വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആരാ? ഞാൻ നേരത്തെ പറഞ്ഞ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. ആ സഖാഫിയാണ് പറഞ്ഞത്, മുൻഗാമികളിൽ ഒരാൾ പോലും ഒരു സുന്നി പണ്ഡിതനും പറയാത്ത വാദം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ട്, ചിലപ്പോഴുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്റെ ഉസ്താദെ, പേരോട് ഉസ്താദെ, ഈ വിഷയത്തിൽ നിങ്ങളോട് ഞങ്ങൾ പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ നാണക്കേടല്ലേ ഉസ്താദെ? ഒരു കുട്ടി പോലും ഇത് തെളിയിക്കാൻ പേരെടുത്തിൽ അവർക്കൊരു കുട്ടിയെ പോലും കിട്ടിയില്ല. കാണുന്നതിനൊക്കെ പേരോട് പറയാറുണ്ട്. മുതലക്കുളം മൈതാനിയിൽ ഒരു പ്രസംഗം നടത്തി, എന്നിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദിനെതിരെ ആരോപണങ്ങൾ വന്നപ്പോ തുണയായി ഞാനുണ്ടായിട്ടുണ്ട്, എല്ലാറ്റിനും മറുപടി പറഞ്ഞത് ഞാനാണ്, എനിക്ക് മറുപടി പറയാൻ ഒരുപാട് വേദികൾ എന്റെ ഉസ്താദിനെതിരെ വന്നവർക്കെതിരെ നയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിതാ ഉസ്താദിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട പേരോടെ, എന്തേ ഹബീബിന്റെ പേരിൽ നിങ്ങൾ ആരോപണം ഉന്നയിച്ചപ്പോ നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ കൂട്ടത്തിലൊരു കൂട്ടുകാരനെ പോലും നിങ്ങൾക്ക് കിട്ടാതെ പോയി? ഒരാൾ പോലും തന്റെ അടുത്തോട് വന്നില്ല. ഉള്ളോണ്ട് അംഗീകരിച്ചിട്ടുണ്ടാവാം ചിലപ്പോ പേരോടിനെ, പുറത്തു പറയാൻ ആരും വന്നില്ല. കാരണം എന്താ? ലോക മുസ്ലിം പാരമ്പര്യത്തിനെതിരാണ്, സുന്നി പാരമ്പര്യത്തിനെതിരാ. പേരോട് ഇത് പറഞ്ഞപ്പോ എന്റെ സുഹൃത്ത് ജിഷാൻ മാഹി വിളിച്ചു. ആരെ? നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ, അവരുടെ ആശയ സ്രോതസ്സായ എടവണ്ണ സലാം സുലമി വിളിച്ചു. സലാം സുലമി എന്ന് പറഞ്ഞാൽ മുജാഹിദ് ആശയത്തിന്റെ കടുകട്ടിയാണ്. മുജാഹിദുകളിൽ തന്നെ പലർക്കും അദ്ദേഹത്തിന്റെ ആശയം അംഗീകരിക്കാൻ കഴിയില്ല, അത്രത്തോളം തീവ്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഒരുപാട് പറഞ്ഞ ആളാണ്. അയാളോട് ചോദിച്ചു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടാവില്ല എന്നൊരു വാദമുണ്ടല്ലോ, അങ്ങനെ ഒരു വാദം, ആ ക്ലിപ്പ് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നതാണ്, ജനങ്ങൾ എല്ലാവരും കേട്ടതാണ്.
അപ്പൊ റസൂലുള്ളാഹി തങ്ങൾക്ക് നിഴലില്ല എന്ന് പറയാൻ ഇന്ന തെളിവുകളൊക്കെ പറയാറുണ്ടല്ലോ, അത് സത്യത്തിൽ തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോ ഈ പറയുന്ന സലാം സുല്ലമി പറഞ്ഞ മറുപടി എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇയാളുടെ വാദം നേലുണ്ട് എന്ന് തന്നെയാണ്, പക്ഷെ അയാൾ പറഞ്ഞു നടക്കില്ല എന്നാണ് അയാൾ പറയുന്നത്. എന്നിട്ട് അയാൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു ക്വാളിറ്റിയും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കുറവ്? സലാം സുല്ലമി നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നേലില്ല എന്ന് പറഞ്ഞൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഒരു മേന്മയുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യമാണെന്ന ചോദ്യം. സലാം സുല്ലമിയേക്കാൾ പോലും താഴ്ന്നു ഇദ്ദേഹത്തിന്റെ വാദം എന്നാണ് നമുക്കിത് മനസ്സിലാകുന്നത്. ആരാ പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി? AP വിഭാഗത്തിന്റെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. പിന്നേതാ അവർ പറയുന്ന സംസ്ഥ, അതേതാന്നുള്ളത് നമുക്കെല്ലാം അറിയാം, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ സമസ്ത എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന മുശാവറയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി. നിങ്ങൾ മനസ്സിലാക്കണം, ചെറിയ ആളല്ല, അത്യാവശ്യം വെയിറ്റുള്ള ആളാണ്. ഈ പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയ പറയുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ട്. ആര് എന്ത് പറഞ്ഞ ആളുകളാണ് ഇവര്? സമസ്തയുടെ ഉസ്താദുമാർക്ക് ഷംസുൽ ഉലമക്ക് ആദർശത്തിൽ പിഴവുണ്ടായി എന്ന് പറഞ്ഞ് നിങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ടവരെ വന്ദിച്ച ആളുകളുടെ ഇന്നത്തെ അവസ്ഥയിൽ കാണുന്നത് ഇത് സെക്രട്ടറിയുടെ അവസ്ഥ. എന്നാൽ ഇവരുടെ മറ്റൊരു ജോയിന്റ് സെക്രട്ടറി ഉണ്ട് മുശാവറയുടെ, അതുപോലെ ഇവരുടെ യുവജന വിഭാഗമായ SYSന്റെ സംസ്ഥാന പ്രസിഡന്റ്. ഇവരിപ്പോ പറയുന്നത് ഷാഫി ഇമാമിന് തുല്യമെന്നാണത്രേ. അത്രയ്ക്ക് വലിയ ഇബ്നു ഹജർ തങ്ങളുടെ അടുത്തെത്തിച്ചിട്ടുണ്ടത്രേ. അതിനേക്കാൾ അതുപോലൊക്കെ ആണ് എന്ന് ശിഷ്യന്മാർ പരസ്പരം അടക്കം പറയുന്ന, അല്ല പുറത്തു തന്നെ പലരും പറയുന്ന അത്ര വലിയ മുഫ്തിയായി അംഗീകരിക്കപ്പെട്ട പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അയാൾ ഇവരുടെ സംസ്ഥയുടെ സെക്രട്ടറിയാണ്, ജോയിന്റ് സെക്രട്ടറിയാണ്. ഇത് പറയുമ്പോൾ ചില കൂട്ടുകാരുണ്ട്, പഴയകാലത്തെ ആളുകൾ, നേരത്തെ തുടങ്ങി വെച്ചാൽ അവരോട് പറഞ്ഞല്ലോ സ്വാഗതത്തിൽ, നമ്മള് ഇവരുടെ നേതാക്കളെ കുറ്റം പറയാൻ വരുന്നവരാണ്. എന്നാൽ ഞാൻ ആയിരക്കണക്കിന് മുജാഹിദുകൾക്കെതിരെ നിങ്ങൾ നടത്തിയ സീഡികൾ മുന്നിൽ കൊണ്ടുവച്ചതിനാണ്. അവരുടെ വ്യക്തി ജീവിതത്തെ അടക്കം നിങ്ങളുടെ നേതാക്കൾ പേരോടും AP അബൂബക്കർ മുസ്ലിയാരടക്കം പൊന്മളയടക്കം പറഞ്ഞ് പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതി പരിഹസിച്ച് പറഞ്ഞു വെച്ച വ്യക്തിപരമായ ആരോപണങ്ങളടക്കം വന്ന പ്രഭാഷണങ്ങളും മുന്നിൽ വെച്ച് ചോദിക്കുന്നു, ആ ദാവത്തിന് നിങ്ങൾക്കെന്താ മാനദണ്ഡം എന്തായിരുന്നു? അത് ഇറച്ചി തീറ്റയാണോ, ചിക്കൻ തീറ്റയാണോ, മട്ടൻ തീറ്റയാണോ, വെജിറ്റേറിയൻ ആണോ? പറയൂ. എന്നിട്ട് തീരുമാനിക്കുക ഈ നടക്കുന്നത് ഏതാണ്. ഇവർ സാധാരണ പറയുന്നതാ, ഇവര് നിന്ന് ചീത്ത പറയും എല്ലാവരെയും, എന്നിട്ട് ലാസ്റ്റ് പറയും അത് ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന നമ്മുടെ ദഅവത്താണത്. എന്ന കൂട്ടുകാരെ കേട്ടോളൂ, നിങ്ങൾ ദീനിന്റെ സംരക്ഷണത്തിന്റെ ഭിത്തി കെട്ടാൻ പറ്റുന്നവരല്ല നിങ്ങൾ. കാരണം നിങ്ങൾ ദീനിനെ തകർത്തെറിഞ്ഞ ഏറ്റവും വലിയ ഇസ്രായേലുമായി ബന്ധമുള്ള ചട്ടി കൊണ്ടുവന്നവരാണ്. അതുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ദീനിന് വേണ്ടി പോരാടിയ സംസ്ഥ കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ട് ഇവിടെ, അതിന്റെ പ്രവർത്തകരുണ്ട്, അതിന്റെ കീഴ്ഘടകങ്ങളുണ്ട്, അതിനെ സ്നേഹിക്കുന്നവരുണ്ട്. ആ ആളുകൾ നടത്തുന്ന അവരുടെ പ്രബോധനം അതിവിടെ ഉണ്ടാകും. അത് നിങ്ങൾ പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് അതിനെ ഒന്ന് വെച്ച് നോക്കൂ. നിങ്ങൾ നടത്തിയ മാത്രം എന്താ, കാളമ്പാടി ഉസ്താദിനെ കാളാന്ന് വിളിച്ചവരാണ് ഇപ്പൊ പറയുന്നത് AP ഉസ്താദിന്റെ ഇറച്ചി തിന്നുന്നവർ. എന്താ കാളമ്പാടി ഉസ്താദിന് മഹത്വമൊന്നുമില്ലേ? ഒന്നും വേണ്ട. നിങ്ങളെ ഈ പൊലിമ പറയുന്നതിന് പകരം ആ രണ്ട് ജീവിതങ്ങളെ വെച്ച് പഠിക്കൂ. നിങ്ങൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെയും രണ്ടുപേരെയും നിങ്ങൾ എടുത്തു വെക്കൂ, എന്നിട്ട് പഠിക്കൂ. ഞാനൊന്നും പറയുന്നില്ല. ഇവിടെയുള്ള ഒരു കുട്ടി പോലും ഇന്ന് വരെ ഞങ്ങളിൽ ആരും, അല്ലെങ്കിൽ എന്നെക്കാൾ മുന്നേ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കൾ ഒരാളോ കാളമ്പാടി എന്ന് വിളിച്ച് പ്രസംഗിക്കാറില്ല. നിങ്ങൾ യാത്ര നടത്തിയപ്പോ തന്നെ കാന്തപുരത്തിന് കേരള യാത്ര നടത്തി. ഇനി പഠിക്കാൻ വല്ലാതൊന്നും പോണ്ട, അവിടെ നിന്ന് തുടങ്ങിക്കോ പഠനം, എന്നിട്ട് നോക്കൂ. അപ്പൊ നിങ്ങൾ പറയും ചിലപ്പോ ഞങ്ങൾ ഉസ്താദ് ഇന്ന് അമേരിക്കയിലാണ്, നാളെ ലണ്ടനിലാണ്, മറ്റന്നാള് ശ്രീലങ്കയില്, ഇന്ന് രാവിലെ നേരെ ബഹ്റൈനിലാണ്, ഇപ്പോൾ യമനിൽ യുദ്ധത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു, നാളെ ഇതാ ശ്രീലങ്കയിൽ എത്താൻ പോവാണ്. ഇതൊക്കെ നിങ്ങൾ പറയും. അതൊക്കെ ദുനിയാവിലെ പല ഭാഗത്ത് ഓടി നടക്കാൻ കഴിവുള്ളവർക്ക് പറ്റുന്നതാണ് കൂട്ടുകാരെ. അതിനേക്കാൾ അധികം യാത്ര ചെയ്യുന്ന ലുലു യൂസുഫ് അലിയുണ്ട്. അതുകൊണ്ട് മൂപ്പര് നമ്മൾ ശേഖുനാക്കിയിട്ടില്ല, മൂപ്പര് നമ്മൾ ഒരു ഉലമാന്നും വിളിച്ചിട്ടില്ല. അദ്ദേഹം സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ ഒരു പക്ഷെ സ്വീകരിക്കുന്നുണ്ടാവും, നിങ്ങൾ സ്വീകരിച്ചത്രയും ചിലപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഫ്ലൈറ്റിൽ രാജ്യങ്ങൾ കറങ്ങി പോകുന്നതല്ല സമൂഹത്തിന് നൽകാനുള്ള സന്ദേശം.
ആ സന്ദേശത്തെ അറിയാൻ കാളമ്പാടി ഉസ്താദിനെ വെക്കൂ, പരിശോധിക്കൂ. കോയക്കുട്ടി ഉസ്താദിനെ വെക്കൂ, പരിശോധിക്കൂ. സൈനുൽ ഉലമയെ വെക്കൂ, പരിശോധിക്കൂ. എന്താ ഇപ്പൊ പ്രശ്നം? സൈനുൽ ഉലമക്കുള്ള പ്രശ്നം എന്താ? സൈനുൽ ഉലമ കൊണ്ടോട്ടി അങ്ങാടിയിലെ മീൻ കച്ചവടക്കാരന്റെ മുന്നിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മീൻ വാങ്ങിയത്രേ. അതാ ഒരു വലിയ തെറ്റ്, ഫേസ്ബുക്കിലൊക്കെ പ്രചരിപ്പിക്കുന്ന തെറ്റ്. എന്റെ ചങ്ങായിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉക്കാള ചന്തയിൽ പോയിട്ടില്ലേ? അറബ് ലോകത്തെ ഏറ്റവും സമ്പന്നർ ജീവിക്കുന്ന കാലത്ത് പോലും ആ പാവങ്ങൾക്കിടയിലൂടെ ഹബീബ് നടന്നു പോയിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങിച്ചിട്ടില്ലേ? അത് തെറ്റാണോ? ഇനി നിങ്ങളെ ഉസ്താദുമാര് അമേരിക്കയിലായാലും വേണ്ടില്ല, അവിടുന്ന് മീൻ തിന്നില്ലേ? ഇതൊരാൾ സൈനുൽ ഉലമയോട് പറഞ്ഞത്രേ. എനിക്കറിയുന്ന ഒരാൾ നേരിൽ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്റെ വീട്ടിലേക്കുള്ള മീൻ ഈ വാങ്ങിച്ചു തരുമോ? ചോദ്യമില്ലേ അത്? അപ്പൊ ഉസ്താദ് വീട്ടിലേക്ക് മീൻ വാങ്ങിക്കൊണ്ടുപോയതാണ് അത്ര തെറ്റ്. അത് ഉസ്താദിന്റെ സൂക്ഷ്മതയാണ്. ഞാൻ അനുഭവത്തിൽ കണ്ടതാണ് ആ സൂക്ഷ്മതയെ. അവിടുത്തെ സൂക്ഷ്മതയെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ കൈയും പിടിച്ചിട്ടുണ്ട്. ആ കൈകൾ പിടിക്കുമ്പോൾ സൈനുൽ ഉലമാന്നോ ചെറുശ്ശേരി ഉസ്താദെന്നോ ഏത് യാത്ര നടത്തിയാലും അങ്ങനെ തന്നെ പേര് വിളിക്കാൻ നിങ്ങൾക്ക് കഴിയൂ. ചെറുശ്ശേരിയുടെ യാത്ര എന്ന് പറയാൻ നിങ്ങളുടെ നാവ് വഴങ്ങില്ല. നിങ്ങൾ നടത്തിയ യാത്രയിൽ നിങ്ങൾ മാത്രമല്ല നടത്തിയത്, നിങ്ങളുടെ പിഞ്ചുകുട്ടികളായ നിങ്ങൾ പറയുന്ന SBS-ന്റെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു റോട്ടിൽ നിന്ന് കാന്തപുരത്തിൽ കേരള യാത്ര ഇതാ വരുന്നു, സൂക്ഷിച്ചോന്ന് വേണം പറയണം ബാക്കിൽ. അങ്ങനെ മുദ്രാവാക്യം വിളിച്ചു, കുളിപ്പിച്ചു കുട്ടികളെ കൊണ്ട്. ആ കാലത്ത് മറന്നിട്ടില്ല ഞാൻ, നിങ്ങളും മറന്നിട്ടുണ്ടാവില്ല. ഞാൻ അന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന്. അന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പലരും പല ന്യായങ്ങളും പറഞ്ഞു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തെ ഉസ്താദ് എന്ന് വിളിച്ച് തെറ്റായി പോയി എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തി തന്നത് ശരിയാണ്. പിന്നീട് മനസ്സിലായി നിങ്ങൾ പറഞ്ഞ തന്നെ ശരി, അദ്ദേഹത്തെ കാന്തപുരം എന്ന് വിളിച്ചാൽ മതി, ഉസ്താദ് വിളിക്കണ്ട. അന്ന് എനിക്ക് തോന്നിയത് ഉസ്താദ് വിളിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കണം. ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ നേതാവിന്റെയും മറ്റു നേതാക്കളുടെയും ജീവിതത്തെയാണത് പഠിക്കാൻ ശ്രമിക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ഇറച്ചി തിന്നുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ പരിഹസിച്ചിട്ടില്ലേ? ഫേസ്ബുക്കിലൂടെ പലപ്പോഴും തോന്നിവാസങ്ങൾ എഴുതി ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ വളരെ മോശമായി ചിത്രീകരിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരില്ലേ? അതൊക്കെ മറന്നുപോയോ? എന്നിട്ട് കാളമ്പാടി ഉസ്താദിനെ മാത്രമല്ല, പാണക്കാട് തറവാട്ടിലെ പ്രിയപ്പെട്ട സയ്യിദുമാരെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബെന്നും അതുപോലെ ഉമർ അലി ശിഹാബ് എന്നൊക്കെ വിളിച്ചിട്ട് പേര് മാത്രം പ്രസംഗിച്ച് പ്രസംഗത്തിലെ ക്ലിപ്പുകൾ പോലും നിങ്ങളുടേത്. എന്നിട്ടാ സമൂഹത്തോട് പറയുന്നത് നമ്മളൊന്നും പറയില്ല, നമ്മൾ ഭയങ്കര മാന്യമായി പറയുന്ന ആളുകളാ. നിങ്ങൾ മാന്യമായി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് പോലും നിങ്ങൾ ചോദിച്ചത് അന്റെ തന്തന്റെതാണോ സ്കൂളിൽ? ഈ തന്താന്ന് വിളിക്കുന്നതാണോ മാന്യത? അറിയാത്തോണ്ട് ചോദിക്കാം. തന്താന്ന് വിളിക്കുന്നതാണോ മാന്യത? പണ്ഡിതന്മാരെ തെറി പറയുന്ന ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പോലും കാളമ്പാടി ഉസ്താദിനെ പരിഹസിച്ചതിന്റെ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്. ഇതുവരെ അത് ചിലപ്പോൾ ആരും കേട്ട് കാണില്ല. ആ സാധനം കോഴിക്കോട് വെച്ച് സമസ്തയെക്കുറിച്ചും കോടതി വിധിയെക്കുറിച്ചും വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ച പേരോടിന്റെ പ്രസംഗത്തിൽ കാളമ്പാടി ഉസ്താദിനെ പരിഹസിച്ചതുണ്ട്. നിങ്ങൾ വേറെ ആരെങ്കിലും പേര് പറഞ്ഞ് തള്ളിക്കളയണ്ട. അങ്ങനെ പ്രസംഗിച്ചു പോയ നേതാക്കളുടെയും പ്രവർത്തകരുടെയും സംഘടന പറയാണ് നമ്മൾ ചീത്ത പറയുന്നവരാണ്. നമ്മൾ എന്ത് ചീത്ത പറഞ്ഞു? ഈ സമുദായത്തെ നശിപ്പിക്കാൻ വന്നവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു സമൂഹത്തിന്. സമൂഹത്തിന്റെ ഈ ശക്തി സ്രോതസ് തകർക്കാൻ വന്ന് നമ്മുടെ മുന്നിൽ ഈ സമുദായത്തെ മുഴുവനും ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് അതാ ഈ നാട് നശിപ്പിക്കാൻ നിൽക്കുന്ന ശത്രുവാണതെന്ന് വിളിച്ചു പറയേണ്ട ബാധ്യതയുള്ള നമ്മൾ അത് വിളിച്ചു പറഞ്ഞതാണോ തെറ്റ്? അത് വിളിച്ചു പറയാന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. കാരണം എന്താ? മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു, നമുക്ക് ചിന്തിക്കാം, നമ്മൾ തൊട്ടടുത്തല്ലേ മുമ്പുറം വെക്കാനുള്ളത്. കുത്തുബുസ്സമാന്റെ ഹളത്ത് അവിടെയല്ലേ? കുത്തുബുസ്സമാന്റെ അടുത്തേക്ക് കൊല്ലങ്ങളോളമായി പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ഈ രാജ്യത്തെ പുറത്തുള്ള വിശ്വാസികളുടെ വരവിനെ നമുക്ക് ഓർമ്മയില്ലേ? അവിടുന്ന് കുത്തുബുസ്സമാൻ ഉണ്ടാക്കി വെച്ച കേന്ദ്രങ്ങളെ നമുക്ക് ഓർമ്മയുണ്ട്. അവിടുത്തെ വീട് നമുക്കറിയാം, എല്ലാം നമുക്കറിയാം.
അവിടുത്തെ സമ്പത്ത് ഹലാലാണോ ഹറാമാണോ എന്നറിയാം. ഇങ്ങനെയെല്ലാം പവിത്രതയുള്ള ഖുതുബുസ്സമാന്റെ ഹളറത്തിലേക്ക് ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ അവരെ പിടിച്ച് മറുപക്ഷത്ത് കൊണ്ടുപോയി തങ്ങളുടെ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിപ്പിച്ച് ഖുതുബുസ്സമാന്റെ പള്ളിയിലേക്ക് പോകുന്നതിന് തടഞ്ഞു വെക്കുന്ന സംസ്കാരത്തെ തുറന്നു പറയാൻ വിശ്വാസികൾക്ക് ബാധ്യതയില്ലേ? ഞാൻ ചോദിക്കുന്ന അത്രേ ഉള്ളൂ. ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ നിർമ്മിച്ച അല്ലെങ്കിൽ അവരുടെ കാലശേഷമുള്ളവർ പരിഷ്കരിച്ച ഇന്നും ആ പാരമ്പര്യത്തെ അതേ പൈതൃകത്തെ കൈപിടിച്ച് കൊണ്ട് നടക്കുന്ന ആ പാരമ്പര്യത്തിന്റെ മുന്നിൽ പള്ളി കൊണ്ടുവച്ചിട്ട് ഈ പള്ളിയിലേക്ക് പോകുന്ന വിശ്വാസികളെ തടഞ്ഞു വെച്ച് തങ്ങളുടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് ഏത് നീതിയുടെ ഭാഗമാണ്? മമ്പുറത്തെ പള്ളിയിൽ എന്താ നിസ്കരിക്കാൻ സ്ഥലമില്ലേ? മുമ്പുറത്തുള്ള പള്ളികളിലൊക്കെ സിക്റുകൾക്ക് സ്ഥലമില്ലേ? പിന്നെന്തിന് മുസ്ലിം ആത്മീയ കേന്ദ്രത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി ഈ ഭിന്നതയുണ്ടാക്കി? പറയൂ. ഇതാണ് ഞങ്ങൾക്കറിയേണ്ടത്. സമുദായത്തെ ഭിന്നിപ്പിച്ച് ഛിദ്രമാക്കി ഓരോ നാട്ടിലുമുള്ള ഐക്യത്തിന്റെ പാശത്തെ മുറിച്ചു മാറ്റിയ ഈ കാപട്യത്തെ തുറന്നു പറയുന്നത് എവിടെയാണോ തെറ്റായി മാറുന്നത്? ഇത് പറയാത്തവനല്ലേ തെറ്റ് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും എല്ലാ സൗകര്യത്തിനും ഈ രാജ്യം നമുക്ക് അവസരങ്ങൾ തരുമ്പോ രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു തീവ്രവാദി നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ പോലീസിനോ അല്ലെങ്കിൽ നിയമപാലകർക്കോ അവരെ പിടിച്ചു കൊടുക്കുക എന്നത് രാജ്യത്ത് ജീവിക്കുന്ന പൗരന്റെ ബാധ്യതയാണ്. ആ പിടിച്ചുകൊടുത്തതിന് ആരും ഒറ്റുകൊടുത്തു എന്ന് പറയില്ല. അല്ലെങ്കിൽ അത്തരക്കാരുണ്ടെന്നത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അതൊരിക്കലും തെറ്റല്ലെന്ന് മാത്രമല്ല അവർ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അതാണ്. അതുപോലെ ഈ സമുദായത്തെ ഒറ്റുകൊടുത്ത് ശത്രുവിന്റെ കയ്യിലേക്ക് മുറിച്ച് കഷ്ണങ്ങളാക്കി പാത്രത്തിൽ വെച്ച് കൊടുത്ത് കൊണ്ടുപോയിക്കോളൂ, പിടിച്ചു തിന്നോളൂ എന്ന് പറയുമ്പോ ഇതാണ് ശത്രു എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് എവിടെയാണല്ലോ തെറ്റാവുന്നത്? പറയുന്നത് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. ഇത് വിളിച്ചു പറയപ്പെടുമ്പോ ഈ വിളിച്ചു പറയപ്പെടുന്ന ആദർശം കേട്ടുകൊണ്ട് ആരെങ്കിലും സത്യത്തിലേക്ക് കടന്നു വരുമോ എന്ന ഭയം അത് മാത്രം നിങ്ങളെ നയിക്കുന്നത്. ആ ഭയത്തിന് നിങ്ങളിട്ട പേരാണ് ഇറച്ചി തീറ്റ, വിമർശനം. ഉസ്താദിനെ കുറിച്ച് പറയുന്നു. ഉസ്താദിനെ കുറിച്ച് ആര് പറഞ്ഞുകൂട്ടരെ? എന്തിന് പറയണം? ലോകത്തിന് മുഴുവൻ, മാലോകർക്ക് മുഴുവൻ പച്ച വഴ പോലെ അറിയില്ലേ? പിന്നെന്തിനാ പറയേണ്ട ആവശ്യം? നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഉസ്താദിനെ കുറിച്ച് ഒരു പൊതുസമൂഹത്തിൽ ഒരാളോട് ഒന്ന് പറഞ്ഞു നോക്കൂ, അപ്പൊ അയാൾ ചിരിക്കും. അതന്നെ ഉത്തരം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് ആർക്കും അറിയില്ലല്ലോ. അറിയുന്നവരുണ്ടാവാം, അറിയാത്തവരുണ്ടാവാം. അറിയുന്നവരാരും ചിരിക്കൂല, അറിയുന്നവർ ബഹുമാനിക്കും, അറിയാത്തവർ ചോദിക്കും അതാരാണ് ആ വ്യക്തി, എന്തിനാണ് അദ്ദേഹത്തെ പഠിക്കാൻ? നിങ്ങളെ നേതാവിനെ കുറിച്ച് ഒരാളോട് പോയി പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ ചിലപ്പോ പെട്ടെന്ന് എന്താ സംഭവിക്കുക? നിങ്ങൾ പേര് കേട്ട തക്ബീരെല്ലാം നടക്കുന്നൊരു കൗമുണ്ട്. അത് പണ്ടൊരാള് കോഴിക്കോട് ടൗണിൽ നിന്ന് താമരശ്ശേരിയിലേക്ക് ബസ് കയറി. അതിങ്ങനെ ഹൈവേയിലൂടെ അപ്പുറത്തൂടെയാണ് പോകുന്നത്, പൂനൂർ വഴി. അങ്ങനെ ഉള്ളിലൂടെ ഒക്കെ കയറിപ്പോവാണ്. അപ്പൊ ബസ് വിട്ടിട്ട് കുറച്ചങ്ങോട്ട് എത്തിയപ്പോ ക്ലീനർ ഇങ്ങനെ വിളിച്ചു പറയല്ലോ, പോകുന്നത് എവിടത്തേക്കാണ്? കാന്തപുരം. ഒരാൾ ഇരുന്നിട്ടൊരു നല്ല പ്രവർത്തകൻ, ഉറച്ച പ്രവർത്തകരാണ്. ആ ബസ് കയറിയിട്ട് മുമ്പ് താമരശ്ശേരിയിലേക്ക് ഇരുന്നിട്ടുണ്ട്. അയാളിങ്ങനെ ബസ്സിലിരുന്ന് ഉറക്കിലിങ്ങനെ നല്ല ഉറക്ക. പെട്ടെന്ന് ഓരോ സ്റ്റോപ്പ് എത്തുമ്പോ കണ്ട് ക്ലീനർ കാന്തപുരം എന്ന് വിളിച്ചു അല്ലാഹു അക്ബർ, അല്ലാഹു ഉറക്കി ഞെട്ടാണ് സാധു. അപ്പൊ കാന്തപുരം കേൾക്കുന്ന അല്ലാഹു അക്ബർ. അടുത്ത സ്റ്റോപ്പിലെത്തി വീണ്ടും ഇതേപോലെ വരുമ്പോ അല്ലാഹു അക്ബർ. ഇങ്ങനെ വിളിക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട കുറെ സാധുക്കളുണ്ട്. അവരെ ഞാൻ വിമർശിക്കല്ല, അവരെ അവസ്ഥ പറയാണ്. അങ്ങനെയുള്ള കുറെ ആളുകൾ പേര് കേട്ടാൽ ചിലപ്പോ അല്ലാഹു അക്ബർ പറയും. അല്ലാത്ത സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും ചിരിക്കും. എന്തിനാ ചിരിക്കുന്നത്? അയാൾ മാതൃഭൂമി വീക്കിലി വായിച്ചിട്ടുണ്ടാവും കൂട്ടുകാരെ. അയാൾ മാതൃഭൂമി വീക്കിലിയില് നമ്മൾ ഉസ്താദിന്റെ ഫോട്ടോ ഇങ്ങനെ പുറത്തു കൊടുത്ത് പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടപ്പോ ആ മാതൃഭൂമി വാങ്ങിണ്ടാവും നമ്മൾ ഉസ്താദിന്റെ ഫോട്ടോ അല്ലേ ഇത്. അതുകൊണ്ട് നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചൊന്ന് വായിക്കാമെന്ന് കരുതി വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് ഇങ്ങനെ വായിച്ചു നോക്കാണ് ഉസ്താദുമായിട്ടുള്ള അഭിമുഖം. അത് വായിച്ചു നോക്കുമ്പോൾ അതിൽ ഒരു ഭാഗത്ത് മൂപ്പരോട് ഇങ്ങനെ ചോദ്യം, മാതൃഭൂമിയോ അല്ലെങ്കിൽ മലയാളം വാരികയിലോ, രണ്ടെണ്ണത്തിലുണ്ട്, ഒന്നില്ല ഞാൻ പറയാതെ. അതിന് മൂപ്പരോട് ചോദിക്കാണ് ഈ ബഹുഭാര്യത്വത്തിന്റെ കാരണമെന്താ? അപ്പൊ മൂപ്പര മറുപടി, ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു ഭാര്യയ്ക്ക് ഹൈലുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോ ഈ പുരുഷൻ വല്ലാതെ വിഷമുണ്ടാവരുത്, അതുകൊണ്ടാണ് ഇസ്ലാം കല്യാണം തീരുമാനിച്ചത്. ആയിക്കോട്ടെ. അപ്പൊ കുറെ ആളുകൾ ചിരിക്കും. പിന്നെ മൂപ്പരോട് ചോദ്യകർത്താവ് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ ഇയാളെ മറുപടി, ഈ ആളുകള് അന്യസ്ത്രീകളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ നല്ലതാണ് എന്ത്?
ബഹുഭാര്യത്വം. വ്യഭിചാരത്തെക്കാൾ നല്ലത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വ്യഭിചാരം നല്ല തന്നെയാണ്, അതിനേക്കാൾ നല്ലത് ഇതാണ്. അങ്ങനെ അല്ലാന്ന് നെഹ്വ് പഠിച്ച മൗല്യന്മാരാരെങ്കിലും സക്കാഫി ഉസ്താദുമാരുണ്ട് ഇങ്ങോട്ട് വരി, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് നെഹ്വ് അപ്പൊ അവിടുന്ന് അതിന്റെ കായിക പഠിപ്പിച്ചരാം. എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചരാം, ഇല്ലെങ്കിൽ ആരും പഠിപ്പിച്ചരും, വേറെ മുപ്പര കയ്യിലുണ്ടാക്കുക. ഇത് വായിച്ച ഒരാള് ഉസ്താദിന്റെ പേര് പറഞ്ഞാൽ ചിരിക്കില്ലേ? ചിരിക്കുന്നതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാണോ ഇസ്ലാം പറഞ്ഞത്? വ്യഭിചാരത്തെക്കാൾ നല്ലതാണ് എന്ത് 4 കെട്ടുന്നത് അല്ലെങ്കിൽ 2 കെട്ടുന്നത്? എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, പറ്റിയത് നിങ്ങളുടെ നാവിനല്ല, നിങ്ങളുടെ ആദർശബോധത്തിനാണ്. നിങ്ങൾ നയിച്ച നിങ്ങളുടെ നേതൃ പ്രവർത്തനങ്ങൾക്കാണ് പഴയ കാലത്ത് ഉസ്താദുമാരെ നിങ്ങൾ വെല്ലുവിളിച്ചത്, അവരെ നിങ്ങൾ കോടതിയിലേക്ക് പറഞ്ഞയച്ചത്, അവരെയാ നിങ്ങൾ കേസ് കൊടുത്തത്, അവർക്കെതിരെയാണ്. ആ സമസ്തയെ പൊളിക്കാൻ നിങ്ങൾ ശ്രമിച്ചത്. പിന്നൊരു മാതൃഭൂമി വായിച്ചിട്ടുണ്ടാവും. ശരിക്കും ജനങ്ങൾ എന്താ മാതൃഭൂമിയിലുള്ളത്? മാതൃഭൂമി വീക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഇയാൾ ഉസ്താദിന്റെ ഫോട്ടോ കണ്ട് ബഹുമാനത്തോടെ സ്നേഹത്തോടെ പ്രവർത്തകൻ ചെറിയൊരു അനുഭവമായിരിക്കും, ആ അനുഭാവി കൊണ്ടുപോവാണ്. അയാള് കുറച്ചു മുമ്പ് ഉസ്താദിന്റെ പരിപാടി ഇങ്ങനെ നടന്നപ്പോ ഇന്ത്യയിൽ ഏറ്റവും വലിയ പള്ളി വരുന്നുണ്ട് നമ്മളെ കോഴിക്കോട്ടിന്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിച്ചപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയാണത്രേ. ഇപ്പൊ കർണാടകയിൽ പോയിട്ട് ഇവർ പ്രസംഗിച്ചു, ഇവരുടെ നേതാക്കൾ പ്രസംഗിച്ചു, 10 സമയം നടത്തി. അതിദൊള്ള മസ്ജിദ് കേരളത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. വലിയ പള്ളി, വലിയ പള്ളി, കേരള തള്ളി, ഭാരത തള്ളി, അതിദൊള്ള മസ്ജിദ് നിർമ്മാണ വാകുതിത എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പ്രസംഗിക്കുകയാണ്. ഇവിടെ ഷാഫി സാദി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. എന്നിട്ട് അയാൾ പറഞ്ഞാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി, കേരളത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ്. ഞാൻ അയാളുടെ നാട്ടിൽ പ്രസംഗത്തിന് പോയപ്പോ ഞാനൊരു മുടിക്കെട്ടിന്റെ ഫോട്ടോ കൊണ്ടുപോയി. ഏത് മുടിക്കെട്ടിന്റെ? ഹസ്രജിന്റെ കയ്യിലുള്ള. ഇതുപോലൊരു മതിലുണ്ട്, മതിലിന്റെ അപ്പുറത്താണ് കർണാടക വഖഫ് ബോർഡ് മെമ്പറായ ഈ ഷാഫി സാദി, SSFന്റെ സംസ്ഥാന പ്രസിഡന്റാണ് കർണാടകയിലെ. അയാളുടെ വീട് അവിടെ, ഞാൻ പ്രസംഗിക്കുന്ന സ്റ്റേജ് ഇവിടെ. അവിടുത്തെ SKSFന്റെ സെക്രട്ടറിയോട് ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞ ഒരു ഗിഫ്റ്റ് തരാനുണ്ടെന്ന് പറഞ്ഞു പോയി. പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, എന്റെ ഈ പ്രസംഗത്തിന് മറുപടി പറഞ്ഞിട്ടാണ് അയാൾ ഈ പറഞ്ഞൊക്കെ വലിയ പള്ളി വരാൻ പോകുന്നുണ്ട്. എന്നിട്ട് ഇയാൾ പറഞ്ഞ ഒന്നുകൂടിയുണ്ട്, വളരെ രസകരമായിട്ട് ഇയാൾ പറയാണ്, പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞാണ്, അതിന്റെ ഇൻവിറ്റേഷൻ കാർഡ് നിങ്ങൾക്ക് തരാൻ പോവാണ് ഉദ്ഘാടനത്തിന്റെ. നമ്മൾ കേരളത്തിലല്ലേ, നമ്മൾ കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പള്ളിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷണക്കത്ത് തരാൻ നിൽക്കാണ്. ആദ്യം എനിക്കല്ലേ ചങ്ങായിമാരെ തന്നത്? ജാലിയവാലിനെ ഞാനല്ലേ കൊണ്ടു തന്നത്, എനിക്കല്ലേ തരേണ്ടത് ആദ്യം. അപ്പോ ഈ പറയപ്പെടുന്ന പള്ളിയുടെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞത് നമ്മൾ അറിയിക്കാതെ തെറ്റായി പോയിട്ടോ. നന്ദിയുണ്ടാണ് കേരളത്തില്, നമ്മളെ കേരളത്തില് എന്തൊരു കഷ്ട. അതേ ഉസ്താദ് തന്നെ കർണാടക യാത്രയിൽ പറയുന്നുണ്ട്, എന്റെ പഴയകാല കേരളത്തിലെ യാത്രക്കാരനാണ് കേരളത്തിലെ മദ്യം നിരോധിച്ചത്. ഉസ്താദേ, നിങ്ങൾ അന്ന് പറഞ്ഞതിന്റെ ഫലമാണ് അന്ന് കോടതി കണ്ടത്. ഇനി പറഞ്ഞു പോയത് പറഞ്ഞാൽ ഇതും കൂടി ഇല്ലാതാവും. ഉള്ളത് നിലനിർട്ടെ. നിങ്ങൾ പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടനാണ്. കാരണം എന്താ? നിങ്ങളോട് പലരും നിങ്ങളെ പറ്റി നല്ലതൊക്കെ പറഞ്ഞത് വരെയൊക്കെ സ്ഥാനം പോയത് എല്ലാവർക്കും അറിയാം. ഞാനത് വിശദീകരിക്കുന്നില്ല. ഓരോ സ്ഥാനം പോയിട്ടുണ്ട്. മൂപ്പരോട് ചാർന്ന് നിന്ന് പറഞ്ഞവർക്കൊക്കെ സ്ഥാനം പോയിട്ടുണ്ട്. പിൽക്കാലത്ത് അവർ അനുഭവിച്ചിട്ടുണ്ട്. അറിയവർക്കത് ഓർമ്മിച്ച് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് പറയാണ്, പ്രിയപ്പെട്ട ഉസ്താദെ, അന്ന് നിങ്ങൾ കർണാടക യാത്രയിൽ പറഞ്ഞു എന്റെ കേരള യാത്ര, ഞാൻ മുമ്പൊരു കേരള യാത്ര എത്തിയിട്ടുണ്ട്. അത് കാരണം ഞാൻ നടത്തിയ യാത്രയുടെ ഫലമായിട്ടാണ് കേരളത്തിൽ മദ്യനിരോധനത്തിന് കാരണമായത് എന്ന് നിങ്ങൾ പറഞ്ഞു. 3-ാം ദിവസം കോടതി പറഞ്ഞു എല്ലാ ബാറും തുറന്നോടി. കോടതിക്ക് തോന്നിയിട്ടുണ്ടാവും ഈ മനുഷ്യൻ ഏറ്റെടുക്കൽ എല്ലാം ഏറ്റെടുക്കുന്ന ആളല്ലേ, ലീഗിനെ മുഴുവൻ കേരളത്തിൽ ജയിപ്പിച്ചെന്ന് ഇയാളല്ലേ പറഞ്ഞത്. മൂപ്പരില്ലായിരുന്നെങ്കിൽ 2 സീറ്റ്. അന്നാ ഞാൻ മനസ്സിലായത് എന്റെ പ്രിയപ്പെട്ട AP ഉസ്താദിന് മനുഷ്യന്മാരല്ലാതെ ജിന്നുകളും അനുയായികളുണ്ട്. അന്നാ മനസ്സിലായത്. കാരണം ഞങ്ങളോടൊക്കെ പറഞ്ഞത് ആർക്കാ വോട്ട് ചെയ്യാനെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തതിന്റെ എതിർപക്ഷം ജയിച്ചിട്ട് മൂപ്പര് പറയാൻ ഞാനെ ജയിപ്പിച്ച്. അങ്ങനെയാണ് മനുഷ്യന്മാരല്ലാത്തവരെല്ലാം അനുയായികൾ വേണ്ടേ? അപ്പോഴെനിക്ക് മനസ്സിലായത് ഉസ്താദ് മോശക്കാരനല്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ഉസ്താദാണ്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടുണ്ടാവും വെറുതെ ഏറ്റെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് കോടതി പറഞ്ഞു തൽക്കാലം അയാളെ ആ ഗ്യാരണ്ടി, അയാളുടെ ആ പൊലിമ പറച്ചിൽ ഇത് കിടക്കണ്ട, എന്റെ കാരണം കൊണ്ടാണ് നിൽക്കണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കാം കോടതി അന്ന് അത് വേണ്ടെന്ന് പറഞ്ഞത്, തുറന്നോളാൻ പറഞ്ഞത്. ഇപ്പതാ കോടതി പറഞ്ഞു പൂട്ടിക്കള, ഇനി പരിപാടി വേണ്ട. ഉസ്താദെ, നാളെ പ്രസ്താവന നടക്കരുത്, കേരള ജനതകൾ ജീവിച്ചോട്ടെ. ഒരുപാട് കോഴ കൊടുത്തു എന്ന് വെറുതെ ഇവർ പറയുന്നുണ്ട്. വെറുതെ നമുക്ക് വിശ്വാസമുണ്ട്. ഇനി വേണം കോഴ വാങ്ങി നിങ്ങൾക്ക് കൊണ്ടുതരാം. എന്നാലും ഉണ്ടാകുന്ന മതികള് ആ വിധത്തിൽ
ഉസ്താദ് ഏറ്റെടുക്കാത്ത ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഷാഫി സാദിയുടെ വീട്ടിന് മുന്നിൽ പോയപ്പോ ഞാൻ ചോദിച്ചു, ഇവിടെ നിന്ന് ഞാൻ ചോദിക്കുന്നു, AP വിഭാഗത്തിന്റെ പ്രവർത്തകരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് മുടി കിട്ടിയത് നിങ്ങളിന്ന് വലിയ ബഹുമാനത്തോടെ കൊണ്ട് നടക്കുന്ന കാരന്തൂരിലെ മർക്കസിലെ മുടിയുണ്ടല്ലോ, അത് തന്ന കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെ ഹമീദ് ഫൈസിക്ക് മുടി കിട്ടിയിട്ടുണ്ട്, ജിഷാൻ മായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ അത് കിട്ടിയവരൊക്കെ ബഹുമാനപ്പെട്ടവരെന്ന് വിളിക്കുന്ന ബഹുമാനപ്പെട്ട രാമനിലേക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് വഹാബ് സഖാഫിയൊക്കെ പറയാം. അങ്ങനെയാണ് ഉസ്താദിന് മുടി കിട്ടിയതിനു ശേഷം ഉസ്താദിന്റെ വളർച്ച ആരംഭിച്ചു. ഉസ്താദിന്റെ വളർച്ച തെളിഞ്ഞു നിർത്താൻ ചേളാരിക്കാരെ നിങ്ങൾക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നെട്ടിപ്പറയും. എന്നാൽ അതിനുശേഷം പറയാറുണ്ട്, ഈ മുടി ഉസ്താദിന്റെ കൈകളിൽ വന്നതിന് ശേഷം അതിനെ വിമർശിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ ആക്കിബത്ത് സൂക്ഷിച്ചോളൂ. എന്നാൽ എനിക്ക് നിങ്ങളോടും പറയാനുള്ളതാ, SSFകാരോട് നിങ്ങൾ ആക്കിബത്ത് സൂക്ഷിച്ചോളൂ, എന്റെ കയ്യിലുണ്ടത്. എന്റെ കയ്യിലോ മുടിയുണ്ട്, അതിനെ പറഞ്ഞു അത് കിട്ടിയ ആളെ പറഞ്ഞാൽ ആക്കിബത്ത് പോകുമെങ്കിൽ കേരളത്തിലെ മുഴുവൻ SSFകാരെ ആക്കിബത്തും പോയി. അപ്പൊ ഉറപ്പായി നിങ്ങളെ കയ്യിലുള്ളത് ഒറിജിനൽ അല്ല. കാരണം എന്താ, ആ മുടിനെ പറഞ്ഞ ആക്കിബത്ത് പോകുന്നല്ല പറഞ്ഞ് എല്ലാ ഹെപ്പിക്കാരെ ആക്കിബത്ത് പോയാ പിന്നെ നിങ്ങൾ മുടി വിട്ട വെള്ളം കുടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അപ്പൊ ആ നിലയിൽ ആ വിമർശനം അതും പറഞ്ഞു നടന്ന ആളുകള്, ആ മുടി എന്റെ കയ്യിലുണ്ട് ഇപ്പോഴും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ആ മുടി തന്ന ബോംബെയിലെ ജാലിയവാല തന്നെയാണ് അബുദാബിയിലെ ഹസൻജി കൊടുത്തത്. ഇനി അതെങ്കിലും എന്തെങ്കിലും ആവട്ടെ, ഹസ്രജിയുടെ കയ്യിലുള്ള മുടിയുടെ ഫോട്ടോ അദ്ദേഹം ചെച്ചനിയിൽ ചെന്നപ്പോ ചെച്ചൻ പത്രങ്ങൾ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഇവിടെ ലഭ്യമാണ്. തങ്ങളുടെ കയ്യിലുണ്ട്, നമ്മളെ കയ്യിലൊക്കെ ഉണ്ട്. ഒരു വലിയ തെരണ്ടിവാല് പോലെയുള്ള ഒരു ഫോട്ടോ. ആ ഫോട്ടോ കളർ പ്രിന്റ് ഇട്ടിട്ട് ഞാൻ കൊണ്ടുപോയി മംഗലാപുരത്ത് നിന്ന് ഷാഫി സാഹിബിയുടെ വീട്ടിനടുത്ത് കൊണ്ടുപോയിട്ട് നല്ല സമ്മാനമൊക്കെ കൊടുക്കും പോലെ ഞാൻ അവിടുത്തെ സംഘാടകർ കേൾപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ അബുദാബിയിലെ ഹസ്രജി കൊണ്ടുപോയി നേരെ ചെച്നിയിൽ പ്രദർശിപ്പിച്ച മുടിയുടെ ചിത്രമാണിത്. ഈ ചിത്രം, ഈ മുടിയുടെ ചിത്രം, അഥവാ നമ്മൾ റൗളയുടെ ചിത്രം വെല്ലൂർ ഡൽഹിയിലും അതുപോലെ ഹസ്രത്ത് ബാലിലൊക്കെയുള്ള ഷാറ മുബാറക്കിന്റെ ചിത്രമുണ്ടല്ലോ, അത് നമ്മൾ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ട് വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്, ബഹുമാനത്തോടെ സൂക്ഷിക്കാറുണ്ട്. നമ്മൾ കൊണ്ടു നടക്കാറുണ്ട് അതൊക്കെ. എന്നാൽ അതുപോലെ നിങ്ങളുടെ പക്ഷം, കാന്തപുരം ഉസ്താദിന്റെ പക്ഷം, ഷാഫി സാദിയുടെ പക്ഷം, അല്ലെങ്കിൽ ഈ നാട്ടിലെ പ്രിയപ്പെട്ട എന്റെ പഴയകാലത്തെ കൂട്ടുകാരുടെ സംഘടന ഈ മുടിയെക്കുറിച്ച് എന്താ പറയുന്നത്? റസൂലുള്ളാഹി തങ്ങളുടേതാണെന്നല്ലേ? ഞാൻ ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട SSFകാരാ, ഞാൻ അതിന്റെ ഒരു കോപ്പി ആ സ്റ്റേജിൽ നിന്ന് നാട്ടുകാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഒരു നാട്ടുകാരനായ SKSF ശാഖ സെക്രട്ടറി, അതും ഷാഫി തന്നെയാണ്, ഷാഫി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഷാഫിയുടെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു, ഷാഫി സാദ് നാളെ ഇത് നിങ്ങൾ വാങ്ങണം, എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് മുന്നിൽ സൂക്ഷിച്ചു വെക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ ബാക്കി നമുക്ക് അപ്പൊ പറയാം. വിശ്വാസമുണ്ട് എന്നല്ലേ പറയുന്നത്? ഇത് ഞങ്ങൾ ഹബീബിന്റെ എന്നല്ലേ പറയുന്നത്? ഈ ഫോട്ടോ വീട്ടിൽ തൂക്കിയിടാൻ തന്റെ ഇടം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കാം നിങ്ങൾക്കതിൽ വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു, ഷാഫി നിങ്ങൾക്കതിൽ വിശ്വാസമില്ലാന്നറിയാം, ഞാനിതാ ഫോട്ടോ കൊടുത്തേക്കുന്നു. ഇന്ന് വരെ ഷാഫി സാദി ആ ഫോട്ടോ സ്വീകരിച്ചില്ല. തിരുനബിയുടെ തിരുമുടിയുടെ ഫോട്ടോ ആണെങ്കിൽ ഞങ്ങൾ പറയുന്നു അത് സ്വീകരിക്കുമെന്ന് മാത്രമല്ല, കേരളം മുഴുവൻ കൊണ്ടു നടന്ന സമൂഹത്തിന് കൊടുക്കാൻ ഞങ്ങളുടെ മനസ്സ് പറയും, ഹബീബിനെ ഞങ്ങൾ അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സർവത്തെക്കാളുമേറെ ഹബീബെ അവിടുന്നാണ് ഞങ്ങൾക്ക് വലുത്, അവിടുത്തെക്കാളും ഒന്നും ഞങ്ങൾക്ക് വലുതല്ല. അതുകൊണ്ട് തന്നെയാ ഇത്രയും കാലം പ്രവർത്തിച്ചു വന്ന പാരമ്പര്യമുണ്ടെന്ന് പറയുന്ന നിങ്ങളുടെ പ്രസ്ഥാനത്തെ പോലും പോലെ വലിച്ചെറിഞ്ഞിട്ട്, ഭൗതിക സുഖാഡംബരങ്ങളുടെ സർവ്വസീമകളെയും വലിച്ചെറിഞ്ഞിട്ട് സുഖശീതളിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ കൂടാരത്തിൽ നിന്ന് അതിന്റെ എല്ലാ കെട്ടുബന്ധങ്ങളും വലിച്ചെറിഞ്ഞിട്ട് ഈ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ കാരണം ഹബീബ് മാത്രമാണ്. അവിടുന്ന് കൈപിടിച്ചാൽ പിന്നെ കൈപിടിക്കാൻ ആരുടെയും ആവശ്യമില്ല. അവിടുന്ന് കൈപിടിച്ചില്ലെങ്കിൽ പിന്നെ ആര് കൈപിടിച്ചിട്ടും കാര്യമില്ല. ഹബീബ് തന്നെ എല്ലാറ്റിനും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാ വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഷാഫി എന്ന കൂട്ടുകാരാ, ഇത് നിങ്ങളുടെ വീട്ടിൽ തൂക്കൂ. ഞാൻ ഇവിടെയും പറയുന്നു, നമ്മൾ സംവാദവും വെല്ലുവിളിയൊക്കെ അവിടെ നിർത്തട്ടെ, അവിടെ നിൽക്കട്ടെ. ഞാൻ കൊണ്ടുതരാം ബോംബെയിലെ ജാലിയവാലയുടെ കയ്യിലുള്ള മുടിയുടെ ഫോട്ടോ, ഹസരജിയുടെ കയ്യിലെ നീണ്ട മുടിയുടെ ഫോട്ടോ കൊണ്ടുതരാം. നിങ്ങളെ വീട്ടിലത് കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ തൂക്കിയിടാൻ തന്റെ ഇടമുള്ള പ്രവർത്തകർ ഏതെങ്കിലും SSFകാരുണ്ടോ?
ഇത് വെല്ലുവിളിയല്ല, നിങ്ങളുടെ മനസ്സിനോടുള്ള ചോദ്യ. ശബ്ദം കൂടിപ്പോയിട്ട് നിങ്ങൾ പഠിക്കണ്ട. നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾക്കും കൂടി ചോദിക്കാവുന്ന ചോദ്യമാണിത്. മറുപടി വേണം. അല്ലാതെ റസൂലുള്ളാഹി തങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതനുസരിച്ച് നിൽക്കാനും പറയാനും നിങ്ങൾക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് ഞങ്ങളൊരു ആണ്ട് നടത്തുന്നുണ്ട്. ഉറൂസ് ഞാൻ പറയുന്നില്ല. ഞങ്ങളൊരാണ്ട് 12-ാം തീയതി കൊടിഞ്ഞി നടത്തുന്നുണ്ട്. നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരും. അവിടെ നമുക്ക് ആ മുടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് വിശ്വാസികൾക്ക് തെളിവാവുന്ന ഏറ്റവും വലിയ തെളിവ് ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് നമുക്ക് കാണാം. 60ഓളം വരുന്ന മുൻകാലത്തെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നവരിൽ നിന്ന് തെരഞ്ഞെടുത്ത 60ഓളം പേർ അവിടെ ഉണ്ടാവും. പിന്നെ രാജിവെച്ച് പോരുന്നല്ലേ എത്ര ആളുകളാണ് ഇനിയും വരാൻ നിൽക്കുന്നത്? സാധാരണ പ്രവർത്തകരോ വലിയ നേതാക്കളോ ഏതോ ആവട്ടെ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾ അങ്ങനത്തെ ഒന്ന് കാണിച്ചു തരുമോ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരാളെ, ഒരു പ്രവർത്തകനെ മരുന്ന് കൂട്ടാൻ പറ്റുന്ന ഒരു സാധനമെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങളൊരാളെ കൂട്ടിയിരുന്നു അങ്ങോട്ട്. ആരാ? നമ്മൾ അൻവരി. ആ അൻവരിയാ മിനിയാന്ന് ഇവിടെ വന്നത്. നിങ്ങളെ കൂടെ അല്ല മൂപ്പര്. മൂപ്പര് പേരോടെതിരെ പറഞ്ഞ ക്ലിപ്പുകൾ ഞാൻ തരാം. ഇപ്പോഴും മൂപ്പരെതിരാ പേരോട്. മൂപ്പരാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ ഞങ്ങൾക്കൊക്കെ പ്രചോദനം തന്നിട്ട് അബ്ദുസ്സമദ് അൻവരി. ഞാൻ അദ്ദേഹത്തെ എപ്പോഴും ഓർക്കുന്നു. അദ്ദേഹമാണ് എന്നെ നൗഷാദാസിനെയൊക്കെ നമ്മുടെ മലപ്പുറം ശുഹദാക്കളുടെ മക്ബറയിൽ കൊണ്ടുപോയി ദുആ ചെയ്തിട്ട് സുന്നി മഹലിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു വിട്ടത്. എങ്ങനെ ഇവിടുന്ന് നിങ്ങൾ പോയി എന്ന് പറയുന്ന ആളെ ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇങ്ങനെയുണ്ട്. അഥവാ എനിക്കിപ്പോ തോന്നുന്നു, സംശയമുണ്ട്, അമീദ് ബൈസ് എങ്ങനെ പറഞ്ഞാച്ചാണ് മൂപ്പര അങ്ങോട്ടേക്ക്. എനിക്കങ്ങനെ തോന്നുന്നു. കാരണം മൂപ്പരൊക്കെ ശരിയാക്കി കൊടുത്തുകൊണ്ട് പോകുന്നു. ഒക്കെ ശരിയായിപ്പോ. അതുപോലെ പറയൂ. അവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ഏതെങ്കിലും ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? പക്ഷെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന എത്ര ആള് വേണം നിങ്ങൾക്ക് ചോദിച്ചോളൂ, പറഞ്ഞു തരാം. ഓരോ മഹല്ല് തന്നെ പോകുന്നത് കാണിച്ചു തരാം. എറണാകുളത്തൊക്കെ 60-70 പേര് മാറിയ സ്ഥലങ്ങളുണ്ട് 1-1.5 കൊല്ലം മുമ്പ്. പിന്നെ ഇത്ര ആളുകൾ ഇങ്ങനെ പ്രദർശിപ്പിക്കാന്ന് പറഞ്ഞാൽ നേരം വേണ്ടതിനൊക്കെ എത്ര ആളുകളാണ് പോരുന്നത്. ഈ അടുത്തൊരു ദിവസം ഞാനൊരു സ്റ്റേജിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അവിടുന്ന് പോകുന്നവർ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. സ്റ്റേജിൽ നോക്കുമ്പോ എല്ലാവരും അതന്നെ. പിന്നെ ഒരു കക്കുപൊടി ഉസ്താദ് മാത്രം ബാക്കി എല്ലാവരും അതാ. അപ്പൊ എനിക്ക് ഓർമ്മ വന്നു, 1ാം കേരള യാത്രയുടെ മണ്ണാർക്കാട് കൺവീനറാണ് കക്കുംപൊടി. അപ്പൊ കക്കുപൊടി ഉസ്താദും അതന്നെ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന കണക്കേ പറയാനുള്ളൂ. പിന്നെ ഇവിടെ ഉള്ളവർ പലർക്കും സംശയമുണ്ട്, രാമന്തല ഞങ്ങൾ ആരും ആയിരുന്നില്ല എന്ന് ഇവിടെയുള്ള പാവങ്ങൾ പറയാറുണ്ട്. എന്റെ പാവപ്പെട്ട SSFകാരാ, ആരുമല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ചില ആളുകൾ യൂട്യൂബിലുണ്ടായിരുന്നു എന്റെ കുറെ പരിപാടികൾ, അതൊക്കെ റിമൂവ് ചെയ്തപ്പോ ചില ആളുകൾ വീണ്ടും അത് കേട്ടിട്ട് വേറെ കുറെ ആളുകൾ സ്കേസപ്പിന്റെ പ്രവർത്തനം തോന്നുന്നുണ്ട്. ഇവരെ ഡിലീറ്റ് ചെയ്യുന്ന സാധനമൊക്കെ ഇപ്പുറത്ത് കയറ്റിയിട്ടാണ്. എന്തിനാ ഡിലീറ്റ് ചെയ്യുന്നത്? ഞാൻ ആരുമല്ലായിരുന്നു എന്ന് പറയാനാണ്. എന്ന എല്ലാ സാധനം എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആരുമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ആരോ ആണ്. എപി വിഭാഗീയം. കാരണം എന്താ? ഞാൻ ആരുമല്ലാതിരുന്ന എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് പറയാണ് സംവാദം നടക്കാണ്, വാദപ്രതിവാദം നടക്കാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ്, ആദർശത്തിന്റെ വലിയ സംഭവമാണത്, അതിന്റെ മധ്യസ്ഥനായി നീ തന്നെ വേണമെന്ന് എന്നോട് പറയാം. അല്ല, ആരുമല്ലാത്തവരാണ് നിങ്ങൾ മധ്യസ്ഥനാക്കുക? ഇത്രയും മോശം സംഘടനയാണോ? ഒന്നിട്ടൊരു ചോദിച്ചാണ്. പിന്നെ ഞാൻ CD കച്ചവടക്കാരനാണ്. ഇനി CD കച്ചവടക്കാരനോ ബീഡി കച്ചവടക്കാരനോ ഏതെങ്കിലും ആവട്ടെ, നിങ്ങളെ കൂട്ടത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരെ പോലത്തെ തട്ടിപ്പ് ഏതായാലും പോരെ. പിന്നെ CD കച്ചവടമാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ ഇവിടൊക്കെ പ്രചരിപ്പിച്ചിപ്പോ അതാണ്. പഴയ കഥയാണ് ഇതൊക്കെ, ഞാനിത് പറയാറില്ല ഇപ്പൊ. പക്ഷെ ഇവിടൊക്കെ പറയപ്പെട്ടതുകൊണ്ട് മാത്രം പറയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പറയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ CD കച്ചവടക്കാരൻ ആരാണോ അയാളാണ് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി. എന്തായാലും മൂപ്പര കമ്പനിന്ന് ഞാനിങ്ങനെ റീറ്റെയിലായിട്ട് എടുത്ത പരിചയം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ കരുതിയാൽ മതി. മൂപ്പര എന്റെ ഹോൾസെയിലാണ്. അല്ല മുസക്കോയ CD നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോ ഈ നിലയിലുള്ള വലിയ CD കച്ചവടക്കാരെ കൊണ്ടുവന്നിട്ടാണ് അവരാ എന്നെ പറ്റി പറയുന്നത് ഞാൻ CD കച്ചവടക്കാരൻ. ഇനി ആയിക്കോട്ടെ, അതിലെന്താ മോശമുള്ളത്? CD കച്ചവടം മോശം? അങ്ങനെയാണ് കുറ്റ്യാടി പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സാധനത്തിന് എന്താണ് നിങ്ങൾ ഇറക്കുന്നത്? ബീഡിയാണോ? ചോദിക്കാണ്. മർക്കസ് കോംപ്ലക്സിലെ അപ്പോളോ ജ്വല്ലറിയുടെ മുകളിലുള്ള കുറ്റ്യാടി പബ്ലിക്കേഷൻ എന്ന പേരിലുള്ള റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ബീഡിയാണോ CD ആണോ? ആരാ കുറ്റ്യാടി പബ്ലിക്കേഷന്റെ ചെയർമാൻ? പേരോട് അബ്ദുറഹ്മാൻ മൊയ്ലരി. വേറെ ആരുമല്ലല്ലോ.
എന്നിട്ടാണ് മൂപ്പരിറങ്ങി എന്നിട്ട് എന്നോട് പറയാൻ പറ്റി പറഞ്ഞു തരൂ, ഞാൻ ഇറക്കുന്ന CD കച്ചവടത്തിന്റെ പേര് പറയൂ. ഇനി ഇറക്കിയ മോശമുള്ള സാധനമൊന്നുമല്ല കേട്ടോ, ഇഷ്ടംപോലെ CD ചിലപ്പോ ഇവിടെയും കിട്ടും വാങ്ങാൻ, ഒക്കെ വാങ്ങിച്ചോളൂ, CD ഒക്കെ നല്ലതാണ്. അവര് പറഞ്ഞുകൊണ്ട് പറയാണ്. പിന്നെ പറഞ്ഞു ഇതന്നെയാണ്, ഞാൻ ആരുമല്ലത്രേ, ഞാൻ ആരുമല്ലെങ്കിൽ നിങ്ങൾ എന്തിന് നിങ്ങളുടെ SSFന്റെയും SYSന്റെയും ജില്ലാ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലും അതുപോലുള്ള പല സ്ഥലങ്ങളിലും പലപ്പോഴായി നിങ്ങൾ എന്തിനാ കാറ്റി നിർത്തിയത്? നമ്മുടെ SKSSFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിങ്ങാണ് ഇസ്തിഖാമ ആദർശ വിങ്. അതുപോലെ AP വിഭാഗത്തിന്റെ സംഘടനയിലെ ഏറ്റവും വലിയ വിങ്ങാണ് അവരുടെ ഏറ്റവും വലിയ SYSന്റെ ദഅവാസെല്ല്. ഈ ദഅവാസെല്ലിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ, അതിന്റെ സംസ്ഥാന തലത്തിലുള്ള സമിതിയിൽ 3 പണ്ഡിതന്മാരല്ലാത്ത 3 പേർക്ക് മാത്രമാണ് അവർ പ്രവേശനം നൽകിയത്. സംസ്ഥാനത്ത് അറിയപ്പെട്ട അലവി സഖാഫി തുടങ്ങിയ പല ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള കുറെ സഖാഫിമാർ മാത്രം ഗണ്ണന രംഗത്തെയും അതുപോലെ സംവാദം നടത്തുകയും ചെയ്യുന്ന പ്രഗത്ഭരായ കേരളത്തിലെ പണ്ഡിതന്മാർ മാത്രമുള്ള അവരുടെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് ദഅവാസിലെ 3 സാധാരണക്കാർക്ക് മാത്രമാണ് പ്രവേശനം നൽകിയത്. ആ പേര് കേട്ടങ്ങൾ ചിരിക്കും. കാരണം എന്താ? അതില് 3 ആളും ഇവരെ ഭാഷയിലെ സാധാരണക്കാരാണ്. 3 ആളും ഇന്ന് ആ വണ്ടിയിലില്ല. അത് പൊളിഞ്ഞ കപ്പലാ ബോധ്യപ്പെട്ടപ്പോ ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ജിഷാൻ മാഹി. 3 പേർക്ക് പ്രവേശനം ഉണ്ടായല്ലോ, കേട്ടോളൂ, ഞാൻ ഇതുവരെ പറയാത്ത സംഭവമാണ്. 3 പേർക്കാണ് പ്രവേശനം ഉണ്ടായത്. ഒന്ന് ജിഷാൻ മാഹി, 2 അൻസാർ മാസ്റ്റർ പയ്യോളി, 3 നിങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ രാമന്തളി. ഈ 3 ആളുകളാണ്ട്. അത് 3 ആള് ഞങ്ങൾ 3 പോന്നിട്ടുണ്ട്. പിന്നെ ഉസ്താദുമാരെ കാര്യം ഞങ്ങൾ അറിയില്ല. കാരണം ഞങ്ങൾ ആ യോഗത്തിനൊന്നും പോയിട്ട് TA വാങ്ങിയിട്ടില്ല. അവര് വാങ്ങാറുണ്ടാവുമായിരിക്കും, ഇപ്പോഴും TA കിട്ടുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഞങ്ങൾ ഒന്നുമല്ലാത്ത സാധാരണ ഒന്നുമല്ല എന്ന് പറയുന്നവരെ ഇതിന്റെ ഏറ്റവും വലിയ ആദർശ വിങ്ങിൽ കൊണ്ടിരുത്തുമോ എന്നാണ് ചോദ്യം. ജിഷാൻ മാഹിയാര ഓൺലൈനിലൂടെ ഇന്ന് മണ്ണാർക്കാട് സംവാദം നടത്തിയ നിസാഫ് മൗലവിയുമായി ഓൺലൈനിലൂടെ വാദപ്രതിവാദം നടത്തിയ ആളാണ് ജിഷാൻ മാഹി. അൻസാർ മാസ്റ്ററാര മടവൂർ മുജാഹിദുകളുടെ കോളേജിനകത്ത് പോയിട്ട് മൗലവിമാരിൽ ഏറ്റവും വലിയ മൗലവിയോട് നേരിട്ട് കിതാബുമെടുത്ത് പോയി സംവാദം നടത്തി മുജാഹിദുകളെ വിട്ടുമടക്കിച്ച ആളാണ് അൻസാർ മാസ്റ്റർ. പിന്നെ ഞാനല്ലേ, ഞാൻ വലിയ ആളല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ സംവാദവേദികൾ 10ഓളം സംവാദം, 60ഓളം സംവാദ വ്യവസ്ഥകൾ, മുടി വിഷയത്തിലെ 2 സംവാദ വ്യവസ്ഥ, അതിലൊക്കെ നിങ്ങൾ മധ്യസ്ഥനായി കൊണ്ടുവച്ച് ബഹുമാനപ്പെട്ടവർ. അന്ന് നിങ്ങൾക്ക് ഭയങ്കര ബഹുമാനമായിരുന്നില്ലേ? പിന്നെ നിങ്ങൾ പല്ലിയെ പോലെയാണെന്ന് എനിക്കറിയാം. പല്ലിക്ക് തല്ലുകൊടുത്ത വാല് മുറിച്ചിട്ടിട്ട് പോലാണ്. അതുപോലെ നിങ്ങളെ കൂട്ടത്തുന്ന ഒരു സാധനത്തെ നിങ്ങളെ കൂട്ടത്തുന്ന ഒരാൾ മാറാൻ നിന്നാൽ നിങ്ങളത് മുറിച്ചിട്ട് പോയിട്ട് പറയും എന്റേതല്ല വാല്. ആ സംസ്കാരമാണ്. നിങ്ങളെ പല്ലിസാണ്, നിങ്ങളെ സുന്നിസല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യത്തിന്റെ പാതയിലൂടെ കടന്നുപോകുന്ന പ്രവർത്തകരോട് പറയാനുള്ളത്, അതുപോലെ AP വിഭാഗത്തിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങളൊരു കാലത്ത് പറഞ്ഞത് സമസ്തയുടെ നേതാക്കൾക്ക് പിഴച്ചു എന്ന, ശംസുൽ ഉലമക്ക് പിഴച്ചു എന്ന, ഖണ്ണിയത്ത് സാദിന് പിഴച്ചു, അതുകൊണ്ട് നിങ്ങൾ പുതിയ സംഘടനയോ അല്ല നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ കമ്മിറ്റി പുതുക്കിയെന്ന. ഞാൻ ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ചോദിക്കട്ടെ, ഇങ്ങനെ നിങ്ങൾ കമ്മിറ്റി പുതുക്കി എന്ന് പറയുന്ന നിങ്ങളുടെ കമ്മിറ്റി പുതുക്കലിന് കാരണമാവുകയും ആ കാരണം കൊണ്ട് കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ പുറത്തു നിർത്തിയത് മഹാന്മാരായ ശംസുൽ ഉലമയും ഖണ്ണിയത്ത് ഉസ്താദിനെയാണ്. ഞാൻ ചോദിക്കുന്നു, അവർക്ക് പിഴച്ചതുകൊണ്ട് പുറത്താക്കി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അവർക്ക് വഴി പിഴച്ചു എന്നല്ലേ പറഞ്ഞത്? എന്നാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഞാൻ പറയട്ടെ, എന്റെ ഒരു സുഹൃത്തുണ്ട്, ശംസുൽ ഉലമയുടെ അനുജൻ അലി മുസ്ലിയാരുടെ പുത്രനാണ്, സഖാഫിയാണ്, മാഹിൻ സഖാഫി എന്നാണ് പേര്. ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് ജീവിച്ചവരാണ് ഒരുപാട് കൊല്ലം. ആ മാഹിൻ സഖാഫി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ശംസുൽ ഉലമയുടെ വഫാത്തിന്റെ നിമിഷത്തെ സമദ് സാഹിബോ മറ്റുള്ള പ്രസംഗകരോ നടത്തിയ പ്രസംഗത്തിലെ വാചകമല്ല ഞാൻ പറയുന്നത്. ശംസുൽ ഉലമയുടെ വഫാത്തിന്റെ അവസാന നിമിഷം എനിക്ക് പറഞ്ഞു തന്നത്, നിങ്ങളുടെ കൂട്ടത്തിലെ ഇന്നും നിങ്ങളുടെ കൂട്ടത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നാറുള്ള ആ സഖാഫിയാണ് എനിക്ക് പറഞ്ഞു തന്നത്, മൂത്താപ്പയുടെ വഫാത്ത് അനുഗ്രഹീതമായ ഒരു വലിയ സംഭവമായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞു തന്നു. സുബ്ഹി ബാങ്കിനൊപ്പം ഷഹാദത്ത് കലിമയുടെ ആ കലിമ പൂർണ്ണമായി ചൊല്ലിക്കൊണ്ട്
വഫാത്തായി പോകാൻ ഭാഗ്യം ലഭിച്ച മഹാനരാണെന്ന് പറഞ്ഞത് അവരാണ്. അതുപോലെ കണ്ണിയത്ത് ഉസ്താദ് അങ്ങനെ തന്നെയാണെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളാണ്. അതുപോലെ പാറന്നൂർ ഉസ്താദിന്റെ വഫാത്തിനെ നമ്മൾ അടുത്തറിഞ്ഞും കണ്ടറിഞ്ഞും കേട്ടവരുണ്ട്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിത സമൂഹത്തിന് മുഅല്ലിങ്ങൾക്ക് ഊടും പാവും നൽകി വീടും സൗകര്യങ്ങളും നൽകി അവരുടെ പിന്നാലെ നടന്ന് അവർക്ക് വേണ്ടി ജീവിച്ച മഹാനരായ കീർത്തിമാൻ ഉസ്താദിന്റെ വഫാത്തിനെ 15 ലക്ഷം ജനങ്ങൾ നേർക്കുനേരെ കണ്ട നിമിഷങ്ങളാണ്. ഇവകളെ മുന്നിൽ വെച്ച് ചോദിക്കുന്നു, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവർക്കൊക്കെ പിഴച്ചിട്ട് അവരെ പുറത്താക്കിയെന്നല്ലേ നമ്മൾ ഒരു കാലത്ത് പറഞ്ഞത്? എങ്കിൽ പറയാൻ പറ്റും, സാദിഖുൽ മസ്ഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകം എന്താ? ഒരുവന്റെ അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നല്ലേ. ഹബീബ് കളവ് പറയില്ലല്ലോ. നമ്മുടെ പല നേതാക്കളെയും പോലെ കളവ് പറയുന്ന ആളല്ലല്ലോ. നിങ്ങളുടെ നേതാക്കളെ പോലെ കളവ് പറയാത്ത ഹബീബ് പറഞ്ഞതാ. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, ഇത്ര പരസ്യമായിട്ട് ഈ നേതാക്കൾ വളരെ വ്യക്തമായി ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് ജനം കേൾക്കുകയും അവർക്ക് സന്തോഷം, വഫാത്തിന്റെ വേദനയുടെ ആ ദുഃഖമുണ്ടെങ്കിൽ അവർ ചൊല്ലുന്ന ദിക്ർ കേട്ടിട്ട് പിടിച്ച പാത പിന്നിൽ നിൽക്കുന്നത് തെറ്റിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ കേസ് കൊടുത്ത് അവർക്ക് വഴിപിഴച്ചു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് തെറ്റിയിട്ടില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ പാതക്ക് അപജയം സംഭവിച്ചിട്ടില്ല. ശംസുൽ ഉലമയുടെ പാതക്ക് പരാജയം സംഭവിച്ചിട്ടില്ല. മാനുസ്താദിന്റെ പാതക്ക് ഒരു പരാജയം വന്നിട്ടില്ല. മാനുസ്താദാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ പറഞ്ഞത്. മാനുസ്താദ് പോകുമ്പോ ജനലക്ഷങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾ അവിടെ നിൽക്കൂ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞതുപോലെയാ പോയത്. ആ ജനലക്ഷങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥനാ നിർഭരമായ ആ നിമിഷത്തിന് സാക്ഷി നിന്നുകൊടുത്ത മാനുസ്താദിന് പിഴച്ചിട്ടില്ലെങ്കിൽ എന്തിനു നാം പരിഭവപ്പെടണം? കൂട്ടുകാരെ, അവിടെ പോരൂ. ഇതിനേക്കാളധികം തെളിവ് ദുനിയാവിൽ നിന്ന് ലഭിക്കില്ല. ഈ തെളിവ് വലിയ തെളിവാണ്. ഈ തെളിവുകളെ കിടന്നുറങ്ങുമ്പോഴെങ്കിലും മുന്നിൽ കൊണ്ടുവച്ചിട്ടൊന്ന് പരീക്ഷിക്കുക. ലക്ഷക്കണക്കിന് രൂപ പിരിവ് നടത്തിയിട്ട് പള്ളി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു നടന്നവർ അവസാനം മാതൃഭൂമിക്കാരന്റെ മുന്നിലെത്തിയപ്പോ ഞാൻ പിരിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ ഉസ്താദല്ല ശംസുൽ ഉലമ, ആ ഉസ്താദല്ല സൈനുൽ ഉലമ, ആ ഉസ്താദല്ല കോയക്കുട്ടി ഉസ്താദ്, ആ ഉസ്താദല്ല കണ്ണിയത്ത് ഉസ്താദ്, ആ ഉസ്താദല്ല മാനുസ്താദ്. അതുകൊണ്ട് പാത ഏതെന്ന് തീരുമാനിക്കാൻ ബുദ്ധിയുള്ളവർക്ക് ഇവിടെ അവസരമുണ്ട്. അതുകൊണ്ട് ബുദ്ധിമാന്മാർക്ക് രക്ഷപ്പെടാം. ബുദ്ധി പണയം വെച്ചവർക്ക് പണയത്തിന് തിരിച്ചെടുക്കാൻ സമയമാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റപ്പെടുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെട്ടോളൂ. ഇനിയെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥന വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.